നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ് മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി, ഞാൻ കൃഷ്ണേന്ദു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കൂടുതൽ മൊഴിയെടുക്കലുകൾ അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ഇന്നലെ നിരവധി 10 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അത്രത്തോളം കീനായി അല്ലെങ്കിൽ അത്രത്തോളം രേഖകൾ ഡേറ്റ അവരിൽ നിന്ന് ശേഖരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരിട്ട് നടി പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ലൈംഗിക അതിക്രമ പരാതികളിൽ കൊല്ലം MLA M. മുകേഷ്, നടൻ ജയസൂര്യ എന്നിവർക്കെതിരെ കേസെടുത്ത പോലീസ്. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ മരട് പോലീസും ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസുമാണ് കേസെടുത്തത്. സിദ്ദിഖിനെതിരായ പരാതിയിൽ യുവനടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കേസെടുത്ത സാഹചര്യത്തിൽ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിവാകും. വിനയനും ആഷിഖ് അബുവും കടുത്ത വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ നയരൂപീകരണ സമിതിയിൽ നിന്ന് B. ഉണ്ണികൃഷ്ണനെ മാറ്റുന്ന കാര്യത്തിലും സർക്കാർ തീരുമാനം ഉണ്ടാകും. അതിനിടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട്. ലൈംഗിക ആരോപണം നേരിടുന്ന സംവിധായകൻ VK പ്രകാശ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണല്ലോ. ഏറ്റവും പുതുതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിലേറ്റവും പ്രധാനം ഇപ്പോൾ കൊച്ചിയിൽ സംബന്ധിച്ചിടത്തോളം മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നതാണ്. മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 354 പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ കൊച്ചിയിലുള്ള നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ 7 പരാതികളാണ് ഇവർ നൽകിയത്. 4 നടന്മാർക്കെതിരെയും അതോടൊപ്പം ഒരു അഭിഭാഷകൻ, മറ്റ് 2 സിനിമ എക്സിക്യൂട്ടീവുകളായ 2 പേർക്കെതിരെയുമാണ് പ്രധാനമായിട്ട് തന്നെ ഇവർ പരാതി നൽകിയത്. 7 കേസുകളും പ്രത്യേകമായിരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് 7 മൊഴികൾ, പരാതികൾ ഇവർ നൽകിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. ഇന്നലെ തന്നെയും ഈ അന്വേഷണ സംഘത്തെ നയിക്കുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത് അതായത് സ്റ്റേഷനുകളിലേക്ക് ഇന്നലെ തന്നെ കൈമാറും. അതിനൊട്ടും കാലതാമസം ഉണ്ടാവില്ല. ഉടൻ തന്നെ മറ്റു നടപടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ കേസുകൾ വന്നിരിക്കുന്നത്. നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ മുകേഷിനെതിരെ കൊച്ചി മരട് പോലീസുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്കുമെതിരെയും സമാനമായ രീതിയിലേക്ക് നടപടികൾ ഉണ്ടാകും. കാരണം ഇവർ ആരോപണം ഉയർത്തിയിരുന്നത് നടന്മാരായ ഇടവേള ബാബു, മണിയൻപിള്ള രാജു, അതോടൊപ്പം തന്നെ മുകേഷ്, ജയസൂര്യ എന്നിവർക്കെതിരെയും ഒരു അഭിഭാഷകന് എതിരെയുമാണ് ഇവർ പരാതി പ്രധാനമായിട്ടും തന്നെ ഉന്നയിച്ചത്. അപ്പോൾ സമാനമായ രീതിയിലേക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലും നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നതിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ, അതോടൊപ്പം തന്നെ പരാതികൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അത് തുടർച്ചയായി പരാതിപ്പെട്ടവരെ മൊഴികൾ രേഖപ്പെടുത്തുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്കടക്കം കടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പലരും തന്നെ മുൻകൂർ ജാമ്യത്തിനായുള്ള അപേക്ഷകളിലേക്ക് നീങ്ങി തുടങ്ങിയ പലരും ഈ ആരോപണ വിധേയരായവർ പലരും തന്നെ ഹൈക്കോടതിയിലടക്കം പ്രമുഖ അഭിഭാഷകരുമായി ബന്ധപ്പെടുകയും ഇതിൻ്റെ ഒരു നിയമ സാധ്യതകളടക്കം ആരായുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ മാറിയിരിക്കുകയുമാണ്. ഒപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ അത് തുടരുകയാണ്. ഇനിയും ഈ പരാതി ഉന്നയിച്ചവരുടെ മൊഴികൾ കൂടുതൽ രേഖപ്പെടുത്തുകയാണ്. ഇതനുസരിച്ച് ഇപ്പോൾ നിലവിൽ 18ഓളം പരാതികൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ വന്നിട്ടുണ്ട്. അതിൽ കൊച്ചിയിലെ നടി അവർ മാത്രം 7 പേർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ ഉന്നയിച്ച പരാതികളിൽ പ്രത്യേകം
പ്രത്യേകം കേസെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കും. അതിന് തുടർച്ച ഇന്ന് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ആരോപണം ഉന്നയിച്ച് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് നടപടികളിലേക്ക് കടക്കും. ഇത് മറ്റ് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ കൺസേൺഡ് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തുകൊണ്ട് മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങും. ഏതായാലും മലയാള സിനിമയെ വലിയ രീതിയിലേക്ക് പിടിച്ചുലയ്ക്കുന്ന രീതിയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിവെച്ചിരിക്കുന്നു എന്നതാണ്. സിനിമാ മേഖലയിലെ വലിയ ചർച്ചകളിലേക്ക് ഇത് മാറിയിരിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് തുടക്കത്തിൽ ചോദിച്ച പോലെ ഈ നയരൂപീകരണ ചർച്ചകൾ, ഈ ചർച്ചകളും അതിൻ്റെ ഒരു വിവാദത്തിലേക്ക് തുടക്കത്തിൽ മാറിയിരിക്കുന്നു. കാരണം ആരോപണ വിധേയരായവർ പലരും തന്നെയും ഈ ചർച്ചയുടെ നയരൂപീകരണ സമിതിയുടെ ഭാഗമാകുന്നു. അതനുസരിച്ച് തന്നെ സിനിമാ സംഘടനകളിലും അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. എന്തായാലും വരും മണിക്കൂറുകളിൽ അത് ഒന്നുകൂടി ബലപ്പെടും. കാരണം ഇത്തരം ആരോപണ വിധേയരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളിലേക്ക് പോകാൻ സാധിക്കുമോ എന്നൊരു വലിയ ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. സർക്കാർ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടതും. ഡാനി, അമ്മയിൽ വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ട് എന്ന് ഇന്നലെ തന്നെ വാർത്തകൾ വന്നിരുന്നു. അമ്മയെ സംബന്ധിച്ചിടത്തോളം കൂട്ടരാജി വന്നതിന് ശേഷം 4 പേർ തങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടായിരുന്നില്ല അമ്മയിൽ നിന്നും രാജിവെക്കാൻ, ഒരു കൂട്ടമായ തീരുമാനം, അതിലേക്ക് സംഘടനാ മര്യാദ എന്ന രീതിയിൽ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സജീവമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം കോൺക്ലേവിന്റെ കാര്യവും അതിലേറ്റവും പുതിയ വിവരങ്ങൾ ഏത് രീതിയിലാണ്? ഇതിൽ ഒരു വിഭാഗം, അതായത് പ്രത്യേകിച്ച് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന അമ്മയിലേക്ക് നടാടെ സംഘടനാ ഭാരവാഹിത്വത്തിലേക്ക് എത്തിയിരിക്കുന്ന യുവ നടീനടന്മാർ തങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും അവർ അഭിപ്രായം പ്രകടമാക്കിക്കൊണ്ട് വന്നിരുന്നു. അനന്യ, സരയു തുടങ്ങിയവർ തന്നെയും എന്താണ് തങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയുവാനുള്ളതെന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം ഇതിലൊരു കൂട്ടായ ചർച്ച നടന്നിട്ടില്ല. ഇത് ഏകപക്ഷീയമായ രീതിയിലേക്ക് പിരിച്ചുവിടലിലേക്കടക്കം ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിൽ കൂട്ടായ ചർച്ചകൾ വേണ്ട ഒരിടത്തു നിന്ന് ഇത്തരം ഏകപക്ഷീയമായൊരു ധാരയിലേക്ക് അത് പോകാൻ പാടില്ല എന്നതാണ്. പ്രത്യേകിച്ച് തങ്ങൾ വോട്ടെടുപ്പിലൂടെ കടന്നു വന്നവരാണ്, അങ്ങനെ വിജയിച്ചു വന്നവരാണ്. അപ്പോൾ അത് പിരിച്ചുവിടുക, അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യാതെ വലിയ സങ്കീർണമായ ഒരു വിഷയം, വലിയ സമാനതകളില്ലാത്ത രീതിയിൽ അമ്മ എന്ന് പറയുന്ന താരസംഘടന പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് യാതൊരു രീതിയിലെയും അത് അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെയാണ് ഇതിനെ മറികടന്നുകൊണ്ട് പോകുക, അല്ലെങ്കിൽ സംഘടന എന്ന രീതിയിൽ എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും, അത്തരം ആലോചനകൾ ഒന്നുമില്ലാതെ തന്നെ ഈ സംഘടന ഏതാണ്ട് അതിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലേക്ക് വന്നവർ ഏതാണ്ട് പൂർണ്ണമായി ഒഴിയുന്നു. അത്തരം രീതിയിലേക്കൊരു പ്രസ്താവന ഇറക്കി ഇതിൽ കടന്നു പോകുക, ഏതാണ്ട് ഒരു ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിൻ്റെ സമാനമായ രീതിയിൽ തന്നെ ഒരു അനുഭവമാണ്. ഇതിലൊരു അഭിപ്രായം പറയാതെ തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്ന ആ രീതിയിലേക്ക് അടക്കം കടന്നു പോകുന്ന കാര്യങ്ങൾ. അതിനോട് യുവതലമുറയിലെ പലർക്കും തന്നെയും കടുത്ത വിയോജിപ്പ് അതിൽ പ്രകടമാക്കേണ്ട പരസ്യ പ്രതികരണങ്ങളിലേക്ക് തന്നെ പലരും വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ഭാരവാഹിത്വത്തിൽ സമൂലമായ രീതിയിലുള്ളൊരു മാറ്റം വരണം. കാരണം ഇത് കാലാകാലങ്ങളായി കുറച്ചു പേർ മാത്രം അവർക്ക് ഇഷ്ടപ്പെട്ടവർ, അതിൻ്റെ തുടർച്ചക്കാർ, ആ രീതിയിലേക്ക് ഈ സംഘടന കടന്നു പോകുന്നു എന്നതാണ്. കൈനീട്ടം എന്ന ആ രീതിയിൽ ഒരു ആളുകൾക്ക് സമാശ്വാസധനം പഴയ നടീനന്മാർക്ക് നൽകുന്നതിലൂടെ മാത്രം ഇത് അങ്ങനെ നൽകുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങളെ ലളിതവൽക്കരിക്കാൻ കഴിയില്ല എന്ന പൊതുവിമർശനം വലിയ രീതിയിൽ തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്ന്. അപ്പോൾ ഇതിലൊരു പുതിയ ഭാരവാഹിത്വം ഏതായാലും കടന്നു വരേണ്ടതാണ്. അഡ്ഹോക് കമ്മിറ്റി എന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അതിനപ്പുറം ഇതിൻ്റെ സംഘടനാ തലത്തിലുള്ള ഒരു അഴിച്ചുപണി ആവശ്യമാണ് എന്ന വലിയ രീതിയിൽ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു നടപടികളുണ്ട്. കാരണം ഇതിലൊരു ജനറൽ ബോഡി യോഗം അടക്കമുള്ള കാര്യങ്ങൾ വിളിക്കണം. കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. അപ്പോൾ ഇതിലൊരു പൊതുവായ അഭിപ്രായ സ്വരൂപണത്തിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ വരുന്ന ദിവസങ്ങളിൽ സാധ്യമാകുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. കാരണം പൊതുവിൽ അമ്മയുടെ ഭാരവാഹിത്വത്തിലെ തലപ്പത്തേക്ക് വന്ന മോഹൻലാലും അടക്കമുള്ള ആളുകൾ അവർ ഇത്തരം വിഷയങ്ങൾ സാധാരണഗതിയിൽ അവർ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്ന് അഭിപ്രായം ഉണ്ടാകുമോ എന്നതൊന്നും വ്യക്തമല്ല. പക്ഷേ സംഘടനാ സംവിധാനം എന്ന രീതിയിൽ അത് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നൊരാവശ്യം ശക്തമാണ്. യുവതാരങ്ങളിൽ പലരുടെയും പേരുകൾ അക്കാര്യങ്ങളിൽ
പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവർ പുറമേക്ക് വരേണ്ടതും അഭിപ്രായം പറയേണ്ടതുമാണ്, അവർ ഭാരവാഹിത്വങ്ങളിലേക്ക് വരേണ്ടതുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ച ഇനി ഉണ്ടാകുമോ എന്നതാണ്. അതുമാത്രവുമല്ല, പരാതികൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ആർക്കൊക്കെതിരെ പരാതികൾ ഉയരുമെന്ന് പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് സത്യത്തിൽ അമ്മ എന്ന സംഘടന എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ ഭാരവാഹികൾ വരിക, അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് ചർച്ചകളുണ്ട്. എന്തായാലും യുവതാരങ്ങളിൽ സന്നദ്ധരായവർ മുന്നോട്ട് വരണമെന്ന ഒരു പൊതു ചർച്ച ഈ അമ്മ അംഗങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്നതാണ്. അതോടൊപ്പം ഈ നയരൂപീകരണ ചർച്ച അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു സാവകാശം തേടിയേക്കും. ഒരു നവംബറോടുകൂടിയാണ് അത്തരം ചർച്ചകൾ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ അത്രയും ഒരു സമയത്തേക്ക് അമ്മയുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കാത്തിരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും നയരൂപീകരണ ചർച്ചയും വിവാദത്തിലേക്ക് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത്. കാരണം അതിലേക്ക് പറഞ്ഞ പ്രഗത്ഭരായവരുടെ പേരുകളെല്ലാം തന്നെ അവർക്കെതിരെ പരാതികൾ ഉയരുന്നു, ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് വന്നു. അവർക്കെതിരെയും പരാതികൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഫെഫ്കയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബി ഉണ്ണികൃഷ്ണനെ തന്നെ നീക്കി നിർത്തണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അത് ഇടത് സംഘടനകളുടെ ഒരു ലേബൽ എന്ന് അവകാശപ്പെടാവുന്ന ആൾ എന്ന നിലയിലായിരുന്നു അത്തരം കാര്യങ്ങളിലേക്ക് വന്നത്. ഇപ്പോൾ അതിൽ പരസ്യമായിട്ട് തന്നെ സംവിധായകൻ വിനയനും അതോടൊപ്പം തന്നെ ആഷിഖ് അബുവും വ്യക്തമായ രീതിയിൽ തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ബി ഉണ്ണികൃഷ്ണനെ ഈ ചർച്ചകളിൽ നിന്നേ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് വിനയൻ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു തൊഴിൽ തർക്കം എന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്തപ്പോൾ നേരിട്ട നിയമ നടപടികൾ തിരിച്ചടികളിലൂടെ നേരിട്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഈ തൊഴിലാളി സംഘടനയുടെ ഒരു നയരൂപീകരണ ചർച്ചകൾ ഉൾപ്പെടുത്തുക എന്നൊരു പൊതുചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. സർക്കാരിന് മുൻപാകെ ആ ഒരു അപേക്ഷ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ആഷിഖ് അബു ഇടത് സഹയാത്രികനായ ഒരാൾ കൂടിയാണ്. അദ്ദേഹം തൻ്റെ അഭിപ്രായം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ മാറ്റി നിർത്തി രഞ്ജിത്തിനെയും അടക്കം മാറ്റി നിർത്തും. അവർക്കെതിരെ കേസുണ്ടായിരുന്നു. രഞ്ജിത്തിനെ അടക്കം മാറ്റി നിർത്തിപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകും. വരുന്ന മണിക്കൂറുകളിലെല്ലാം ഈ സങ്കീർണതകൾ അഴിക്കാനുള്ളൊരു ബാധ്യതയുടെ ഒരു ചരടിൻ്റെ ഒരു ഭാഗം സർക്കാരിൻ്റെ കയ്യിൽ കൂടി എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. സർക്കാർ അതിൽ ഇടപെടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ വി കെ പ്രകാശിൻ്റെ അടക്കം സംവിധായകൻ്റെ അടക്കം ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ നേരത്തെയും പരാതിക്കാരിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതിൽ മുൻകൂർ ജാമ്യം തേടുന്ന ആദ്യ വ്യക്തി കൂടിയാണ് വി കെ പ്രകാശ്. അതിലും കോടതിയുടെ നടപടികൾ ഇന്ന് അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പരാമർശമുണ്ടോ ഈ വിഷയങ്ങളിൽ എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഇങ്ങനെയാണ്. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ മരട് പോലീസും ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസുമാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും വി അരുൺ ചേരുന്നു. അരുൺ, ജയസൂര്യക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? എപ്പോഴായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്? തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യൻ ശിക്ഷാ നിയമം 354 വകുപ്പ് ജയസൂര്യക്കെതിരെ ചുമത്തി സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. സെക്രട്ടേറിയറ്റിൽ ഒരു ഷൂട്ടിങ്ങിനിടെ മോശമായി പെരുമാറി എന്നായിരുന്നു പരാതി. കഴിഞ്ഞ ദിവസം ഈ നടി അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ നടന്റെ പേര് ചേർത്താണ് പരാതി നൽകിയത്. പുറത്ത് മാധ്യമങ്ങളോട് ആ പേര് ഇന്നലെയും സ്ഥിരീകരിക്കാൻ നടി തയ്യാറായില്ലെങ്കിലും അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൃത്യമായി ജയസൂര്യയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വൈകാതെ ജയസൂര്യയെ ചോദ്യം ചെയ്ത് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കും. തുടർച്ചയായി സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് തുടരുകയാണ്. ഇനിയും കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അത് നേരത്തെ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നൽകിയ പരാതികൾക്കപ്പുറത്തേക്ക് പരാതികൾ അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മെയിലിലൂടെയും മറ്റും നിരവധി പരാതികളാണ് ലഭിച്ചത്. വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജയസൂര്യക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നു നടിയുടെ പരാതിയിൽ എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതേസമയം രഞ്ജിത്തിനെതിരെ യുവാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. മോശമായി തന്നോട് പെരുമാറി എന്ന രീതിയിലാണ്
യുവാവിന്റെ വാക്കുകൾ. 2012 ഇത് സംഭവിക്കുന്നത്. ഞാൻ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബാവുട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ ഞാൻ അവിടെ സിനിമ ലൊക്കേഷൻ കാണാൻ അവിടെ സിനിമയിൽ മമ്മൂക്ക, കാവ്യ മാധവൻ എല്ലാവരും ഉണ്ടായിരുന്നു. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാനും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോണത്. അപ്പോൾ ഈ പോകുമ്പോൾ അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പം ഞാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മമ്മൂക്കനെ കാണണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓഫ്കോഴ്സ് അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്കത് ഹാപ്പി ആണല്ലോ. അപ്പം ഞാൻ കാണണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ സമയത്ത് ഉള്ളിൽ രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കയും കാവ്യമാധവൻ അവരെല്ലാം ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ആ സമയത്ത് രഞ്ജിത്ത് ഉള്ളിലേക്ക് വിളിച്ചു, എന്താണ് പിന്നെ ഷൂട്ടിംഗ് കാണാൻ വന്നതാണോ, അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ അപ്പം പുള്ളിയുടെ എല്ലാ സിനിമകളും കാണാറുണ്ട്. അപ്പം ആ ഒരു സന്തോഷത്തിൽ ഞാനും പിന്നെ പുള്ളീൻ്റെ അടുത്ത് അങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട്, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളിയുടെ നമ്പർ എഴുതി തന്നു. അപ്പോൾ നമ്പർ എഴുതി തന്നപ്പം ഞാൻ അപ്പോഴും ആക്ച്വലി ഞാൻ വണ്ടറായിരുന്നു. കാരണം അത്രയും വലിയൊരു ലിജൻഡ് ഡയറക്ടർ പുള്ളിയുടെ നമ്പർ എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ നമ്പർ വാങ്ങിച്ചു, ഞാൻ വീട്ടിലേക്ക് പോയി. സെക്കൻഡ് ഡേ ഞാൻ പുള്ളിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നീ എന്നെ വിളിക്കരുത്, മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ, എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഓഡിഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം പുള്ളി ബാംഗ്ലൂരിലേക്ക് വിളിച്ചതല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും പോകണം, വലിയൊരു ആഗ്രഹമാണ്, എന്തായാലും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത്. ഞാൻ ഫ്ലൈറ്റിനാണ് പോയത്. അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പം ഓഫ്കോഴ്സ് ഞാൻ 21, ആ സമയത്ത് 21-22 ഏജ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് അവരെന്നെ വിസിറ്റേഴ്സ് അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു റൂമിലേക്ക്. കാരണം എൻ്റെ പ്രായം, ഞാൻ കുറച്ച് ചെറുതായിരുന്നു ആ സമയത്ത്. അപ്പോൾ അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ രഞ്ജിത്ത് സാറെന്നൊന്നും വിളിക്കുന്നില്ല, ബിക്കോസ് ദ വേ ഹൗ ഹീ ട്രീറ്റഡ് മീ, അതൊരിക്കലും ഹീസ് നോട്ട് ഡിസേർവിങ് ദാറ്റ് റെസ്പെക്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞു, നീ അവിടെ ഒരു കോഫി ബാർ ഉണ്ട്, കോഫി ബാറിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട്, ഇതൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബാക്കിൽ പുള്ളി പറഞ്ഞ രീതിയിൽ ഞാൻ എക്സിറ്റ് വഴി സ്റ്റെയർ കേസ് കയറി 4th ഫ്ലോറിലെത്തി. 4th ഫ്ലോറിൽ പുള്ളിയുടെ റൂം നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിലുണ്ടായിരുന്നു. പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വോഡ്ക എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ വിളിച്ചു, ഒരുപാട് സന്തോഷമായി കണ്ടതിൽ. അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടറായിരുന്നു, കുറച്ച് നെർവസും ആയിരുന്നു. ശ്രീമതി രാജ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മാം. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ഒപ്പം വിമർശനങ്ങൾക്കപ്പുറം ആരോപണങ്ങൾക്കപ്പുറം അത് കേസിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് പോലീസ്. നമസ്കാരം. തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യത്തിൽ ഇന്നലെ ഒക്കെ ഈ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഇത്തരം വെളിപ്പെടുത്തലുകൾ സിനിമാ മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾ പുറം ലോകത്തോട്, കേരളത്തിലെ സമൂഹത്തോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സത്യസന്ധവും നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയും അതുപോലൊപ്പം തന്നെ ഇത്തരം ഒരു ആരോപണം വന്നാൽ ആ സ്ഥാനത്ത് തുടരാൻ ഇടതുപക്ഷത്തിന്റെ ഒരു MLA എന്ന നിലയിൽ തുടരരുത് എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെട്ട ഹൃദയമായ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് പറഞ്ഞത്. ഇന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിലൂടെ നമുക്ക് ശ്രീ മുകേഷിനോട് വ്യക്തിപരമായോ രാഷ്ട്രീയമായോ യാതൊരു വിരോധവും ഇല്ല, അതിന്റെ അടിസ്ഥാനത്തിലല്ല അത്തരമൊരു പ്രതികരണം, അത്തരമൊരു ആവശ്യം നടത്തുക എന്നുള്ളത് അത് അവർക്ക് ബോധ്യപ്പെട്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെടുമെന്നാണ് കരുതുന്നത്. എന്തുതന്നെയായാലും ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിമിഷം പോലും MLA എന്ന പദവിയിൽ തുടരാൻ ധാർമ്മികമായും നിയമം സുതാര്യ പവർ ആൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആ പൊസിഷനിൽ തുടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കണമെന്നാണ് അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുകയാണ് ആവശ്യം.
തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ശ്രീമതി ആനിരാജ, ഈ നിലവിൽ ശരി, ആനിരാജയുടെ കോൾ കട്ടായിരിക്കുകയാണ്. MLA പദത്തിലിരിക്കാൻ മുകേഷ് യോഗ്യനല്ല, അദ്ദേഹം MLA പദം രാജിവെക്കണമെന്ന് തന്നെയാണ് ഒന്നുകൂടി ആവശ്യപ്പെടുന്നതെന്നാണ് CPI നേതാവ് ആനിരാജ നമ്മളോടിപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ച യുവാവിന്റെ വാക്കുകളായിരുന്നു. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷ്, ഈ മുകേഷിനെതിരായ പരാതി, രഞ്ജിത്തിനെതിരായ പുതിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായി ഒരു യുവാവിന്റെ ആരോപണമാണ് വന്നിരിക്കുന്നത്. അതായത് 2012 നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? കാര്യം ഇപ്പോൾ രഞ്ജിത്തിനെതിരായി ആ നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പിന്നാലെ ഒരു യുവാവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ബംഗാളി നടിയുടെ പരാതി വരികയും രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതിൽ അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ യുവാവ് മറ്റൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2012 ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായതെന്നാണ് ഇയാൾ പറയുന്നത്. രഞ്ജിത്തിൻ്റെ ബാവുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിലെത്തിയപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെ രഞ്ജിത്തിനടുത്തേക്ക് എത്തിക്കുകയും പിന്നീട് രഞ്ജിത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ എഴുതി നൽകുകയും പിന്നീട് മെസ്സേജ് അയക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് തന്നോട് ബംഗളൂരുവിൽ എത്താൻ പറയുകയും താൻ അതീവ രഹസ്യമായി ഈ ഹോട്ടൽ അധികൃതരെയും മറ്റുമൊക്കെ കണ്ണുവെട്ടിച്ച് ഹോട്ടലിനുള്ളിലെത്തി. പിന്നീട് രഞ്ജിത്ത് വളരെ മോശമായ പെരുമാറ്റമാണ് തന്നോട് രഞ്ജിത്തിൽ നിന്നും ഉണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം രഞ്ജിത്ത് തൻ്റെ നഗ്ന ഫോട്ടോകൾ എടുത്ത് രഞ്ജിത്തിൻ്റെ കാമുകയായ നടിക്ക് അയച്ചു കൊടുത്തു എന്ന ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് സിനിമയിലെ നായികയായ കാവ്യ മാധവന് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ അന്ന് തന്നെ താൻ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു കുറിപ്പ് എഴുതിയിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു. എന്നാൽ അത് വായിച്ചതായി തനിക്ക് മനസ്സിലായി, പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് തൻ്റെ കൈവശമുള്ള ഏറ്റവും പ്രധാന തെളിവ്. 2012 തന്നെ അയച്ച ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയുള്ള ചാറ്റാണ് ഏറ്റവും വലിയ തെളിവെന്ന് യുവാവ് പറയുന്നു. ഒപ്പം ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇടവേള ബാബുവിന് ഇത് ചൂണ്ടിക്കാട്ടി ഒരു മെസ്സേജ് അയച്ചെങ്കിലും അതിനുള്ള മറുപടി തൻ്റെ നഗ്ന ഫോട്ടോകൾ എനിക്ക് കൂടി അയച്ചു തരുമെന്ന് ഇടവേള ബാബു പറയുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും മലയാള സിനിമയിലെ മറ്റു ചില നടന്മാർക്ക് കൂടി നിന്നെ ആവശ്യമുണ്ട് എന്ന രീതിയിൽ രഞ്ജിത്ത് തന്നോട് പറഞ്ഞതായി ഇദ്ദേഹം വെളിപ്പെടുത്തുന്നു. അവർ പലരും ഇപ്പോൾ ഈ നടിമാരുമായുള്ള വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കേസിനെ നേരിടുന്നവരാണ് എന്നും പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ യുവാവിൻ്റെ മൊഴി സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്നലെ തന്നെ ഇമെയിലായി പരാതി അയച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് യുവാവ് പറയുകയും ചെയ്തിരുന്നു. 2012 മുതൽ കടുത്ത മാനസിക വിക്ഷോഭത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പല കോണുകളിൽ നിന്നും ഉണ്ടായ സാഹചര്യത്തിലാണ് താൻ ഈ കാര്യങ്ങൾ വൈകിയെങ്കിലും തുറന്നു പറയുന്നതും പരാതി നൽകുകയും ചെയ്യുന്നതെന്നും ഈ യുവാവ് പറയുന്നുണ്ട്. പക്ഷേ യുവാവിൻ്റെ മൊഴികളുമായി ബന്ധപ്പെട്ട നിരവധി പൊരുത്തക്കേടുകൾ പ്രഥമദൃഷ്ട്യാ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഈ കോഴിക്കോട് ഉണ്ടായിരുന്ന ആളെ ഫ്ലൈറ്റ് കയറ്റി ബംഗളൂരുവിൽ എത്തിയ ശേഷം താജ് പോലെ അങ്ങേയറ്റം സുരക്ഷാ നടപടികളൊക്കെ ഉള്ള ഒരു ഹോട്ടലിൽ നുഴഞ്ഞു കയറി 4ാം നിലയിലേക്ക് എത്തുകയും രഞ്ജിത്തിനെ കാണുകയും പിന്നീട് അവിടുന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്നതൊക്കെയുള്ള അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ തെളിവുണ്ട് എന്നാണ്. അതായത് ഈ കാവ്യ മാധവന് അന്ന് 2012 അയച്ച മെസ്സേജിൽ താൻ ഇക്കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയെന്ന് പറയുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ മെസ്സേജ് റിട്രീവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചാൽ ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ തെരച്ചിൽ നടത്തിയാൽ ഈ മെസ്സേജ് കണ്ടെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി വിളിക്കുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതാണ് രഞ്ജിത്തിനെതിരെ യുവാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അനീഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ, ഈ യുവാവിന്റെ കയ്യിൽ ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം അന്വേഷണ സംഘത്തിന് മൊഴി നൽകും, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ ആ മെസ്സേജുകൾ, തെളിവായ മെസ്സേജുകൾ റിട്രീവ് ചെയ്യാം എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ അത് പുറത്തു പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അനീഷ്.
തീർച്ചയായും 2 തെളിവുകളാണ് തൻ്റെ പക്കൽ ഉള്ളതായി യുവാവ് പറയുന്നത്. ഒന്ന്, ഈ കാവ്യമാധവന് ഈ സംഭവം ഉണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ അയച്ച ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയുള്ള ഒരു പരാതി അല്ലെങ്കിൽ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ്. മറ്റൊന്ന്, ഇടവേള ബാബുവിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയച്ച വാട്സാപ്പ് മെസ്സേജുകൾ. ആ മെസ്സേജിൽ കൃത്യമായി ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇടവേള ബാബുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പെരുമാറ്റം അങ്ങേയറ്റം മോശമായിരുന്നു. താൻ ഇടവേള ബാബുവിന് കൂടി വഴങ്ങി നൽകണമെന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഉണ്ടായത്. ഒപ്പം തൻ്റെ നഗ്ന ചിത്രങ്ങളും മറ്റുമൊക്കെ ഇടവേള ബാബു ചോദിച്ചു എന്നും യുവാവ് ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇതിനും ഈ തെളിവുകൾ, ഈ മെസ്സേജുകൾ മറ്റുമൊക്കെ കാണിക്കാൻ പറയുമ്പോൾ താനത് ഒക്കെ വീണ്ടെടുത്ത് അന്വേഷണ സംഘത്തിന് നൽകാമെന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് യുവാവ് മാറിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ തനിക്ക് ആ സമ്മർദ്ദങ്ങളുമുണ്ട്. പക്ഷേ താൻ ഇതൊന്നും വകവെക്കുന്നില്ല. കാരണം താൻ അത്രമേൽ സമ്മർദ്ദം ആ സമയത്ത് അനുഭവിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നൊരു കണക്കുകൂട്ടലാണ് തനിക്കുണ്ടായിരുന്നത്. ഒപ്പം ഈ സിനിമയിലെ ഏറ്റവും പ്രമുഖരായ സംവിധായകനാണ്. സർക്കാർ തലത്തിൽ പോലും വലിയ പദവികൾ ലഭിച്ചിരിക്കുന്ന ഒരു സംവിധായകനാണ്. അതുകൊണ്ട് താൻ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന ഉറച്ച ബോധ്യമായിരുന്നു തനിക്കുണ്ടായത്. പക്ഷേ ഇപ്പോൾ രഞ്ജിത്തിനെതിരായ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടും. അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കുറ്റബോധം ഈ കാര്യങ്ങളിൽ പരാതി നൽകുമ്പോൾ മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശക്തമായ നിയമ നടപടികൾ ഇക്കാര്യത്തിൽ വേണം. അതായത് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ പോലും ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് മലയാള സിനിമയിലെ പലരും വളർന്നിരിക്കുന്നുവെന്ന് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുക എന്നതും തൻ്റെ കടമയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും SIT ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ പേരാമ്പ്ര സ്വദേശിനിയായ ഒരു ജൂനിയർ നടി ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് എന്ന് പരിചയപ്പെടുത്തിയ ആളുടെ ഭാഗത്തു നിന്നും ചില മോശം പരാമർശങ്ങൾ ഉണ്ടായതായി നമ്മളോട് അടക്കം വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കുട്ടിയെ നേരിട്ട് ബന്ധപ്പെടുകയും പരാതി വാങ്ങുകയും ചെയ്തിരുന്നു. ആ കുട്ടിയുടെ മൊഴിയെടുക്കാൻ ഇന്ന് 12 മണിക്ക് പേരാമ്പ്രയിലെ ആ കുട്ടിയുടെ വീട്ടിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് SIT കോഴിക്കോട് ജില്ലയിലേക്കും എത്തുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ആ യുവാവ് അയച്ച ഇമെയിലിൽ എന്ത് നടപടി ഉണ്ടായി? ഈ യുവാവ് പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിന്? അങ്ങനെയെങ്കിൽ യുവാവിനോട് പ്രത്യേക അന്വേഷണ സംഘം യുവാവിൽ നിന്ന് മൊഴിയെടുക്കുമോ? അങ്ങനെ നമുക്ക് വിവരങ്ങളുണ്ടോ? തീർച്ചയായും ഇന്ന് മൊഴിയെടുക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കാരണം ഇന്നലെ വൈകുന്നേരമാണ് ഈ യുവാവ് SITക്ക് പരാതി അയച്ചിരിക്കുന്നത്. ഇമെയിലാണ് പരാതി അയച്ചിരിക്കുന്നത്. പരാതിക്കൊരു മറുപടി ഇന്നലെ എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇന്ന് ഒരു ഓഫീസ് ടൈമൊക്കെ എത്തുമ്പോൾ, ഈ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കൊക്കെ എത്തുന്ന സമയം എത്തുമ്പോൾ ഒരുപക്ഷെ പരാതിക്ക് മറുപടി ലഭിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ആദ്യ നടപടികൾ പൂർത്തിയാവുകയും ചെയ്യണം. FIR ഇടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. ഇതിനുശേഷമാവും യുവാവിൻ്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം എത്തുകയോ അദ്ദേഹത്തെ വിളിപ്പിക്കുകയോ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്ന് ഈ പരാതി നടക്കുന്ന കാലത്ത് തനിക്ക് 22 വയസ്സായിരുന്നു എന്ന് ഈ യുവാവ് പറയുന്നുണ്ട്. ഇപ്പോൾ 32 വയസ്സായ ആളാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ ജീവനക്കാരൻ കൂടിയാണ്. അന്ന് സാമ്പത്തിക നിലയൊക്കെ ഏതാണ്ട് മെച്ചപ്പെട്ട നിലയിലൊക്കെ ആയിരുന്നു. സിനിമയിലേക്ക് കയറണമെന്ന അല്ലെങ്കിൽ ആ സിനിമാ നടനാവണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ബംഗളൂരുവിലേക്ക് ഈ രഞ്ജിത്ത് വിളിച്ചപ്പോൾ പോകേണ്ടി വന്നത്. അന്ന് ഫ്ലൈറ്റ് പിടിച്ചാണ് താൻ സംവിധായകനെ കാണാനായി ബാംഗ്ലൂരിൽ പോയത്. വലിയ പ്രതീക്ഷകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ച് വാഹനം കയറുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ബംഗളൂരിൽ നിന്നും മടങ്ങുമ്പോൾ താൻ മാനസികമായി തന്നെ ആകെ തകർന്നു കഴിഞ്ഞിരുന്നു. തലേ രാത്രിയിൽ വലിയ സ്നേഹത്തോടു കൂടി ഇടപെട്ട രഞ്ജിത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ എത്രയും വേഗം സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന അല്ലെങ്കിൽ എത്രയും വേഗം താൻ ആ മുറി വിട്ടു പോകണമെന്ന തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. പണം നൽകി തന്നെ പ്രതിഫലമായി തനിക്ക് പണം നൽകാനുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തു. അത് തനിക്ക് അങ്ങേയറ്റം മാനസികമായി തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തെളിയിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഈ ടാജിലെ മറ്റുമൊക്കെയുള്ള പരിശോധനകൾ നടത്തിയാൽ പോലും അല്ലെങ്കിൽ ടാജിലെ സന്ദർശക രജിസ്റ്റർ ഒന്നും പരിശോധിച്ചാൽ പോലും ഇങ്ങനൊരു യുവാവുള്ളതായി മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. റെസ്റ്റോറൻറ്റ് വഴി കയറി സ്റ്റെയർ കേസ് കടന്ന് ആരുടെയും കണ്ണിൽ പെടാതെയാണ് താൻ രഞ്ജിത്തിൻ്റെ മുറിയിലേക്ക് എത്തിയതെന്നാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തലിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എത്ര
എത്രമാത്രം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഒപ്പം ഈ കാവ്യ മാധവന് അയച്ച മെസ്സേജ്, ആ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇന്നലെ തിരഞ്ഞെങ്കിലും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് വിശദമായ പരിശോധന ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി നടത്തണം എന്നും അദ്ദേഹം കുമാർ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇപ്പോൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മാം. നമ്മൾ ഈ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. എം മുകേഷ് MLA-ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എറണാകുളം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പിന് ശേഷമാണ്, വിശദമായി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം? തീർച്ചയായിട്ടും മുകേഷിനെതിരെ കേസെടുക്കാതെ തരമില്ല എന്നുള്ളത് ഞങ്ങൾ ഇന്നലെയൊക്കെ ആയിട്ട് 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് പരാതിക്കാരി മുകേഷിനെ എതിരെയുള്ള ആരോപണങ്ങൾ, അതിന്റെ സംഭവ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും അത് പോലീസിന് മുന്നിൽ കൃത്യമായ മൊഴി നൽകുമ്പോഴും മുകേഷ് തന്നെ അതൊരു പടച്ചട്ട ഉണ്ടാക്കി അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുന്നതൊക്കെ നമ്മൾ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഇതിനകത്ത് തീർച്ചയായിട്ടും മുകേഷ് െതിരെയുള്ള കേസ് എടുത്തു എന്നുള്ളത് അത് സ്വാഭാവിക നടപടി, അതല്ലാതെ മറ്റു മാർഗമില്ല. പിന്നെ ഒരു കാരണവശാലും മുകേഷ് ഈ ജനപ്രതിനിധിയായിട്ട് ഇനി ഒരു നിമിഷം പോലും തുടർന്നുകൂടാ എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. കാരണം അവിടെ തുടരെ ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ ജനപ്രതിനിധിയാണത്. അപ്പോ ഇത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു. ഇത് ഈ മന്ത്രിസഭയിലെ ഒരംഗമായിട്ടുള്ള വീണ ജോർജിനോട് ഒരു സ്ത്രീ, ഒരു നടി, ഞാൻ അവരുടെ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, അവര് പോലും എത്ര അപമാനകരമായിട്ടുള്ള, എത്ര സങ്കടകരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് ഈ മുകേഷിനെതിരെയുള്ള ഒരു ഇന്റർവ്യൂവിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മുകേഷ് തീർച്ചയായിട്ടും ശ്രമിച്ചത് CPM-ന്റെ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ഇതിനകത്ത് രക്ഷപ്പെടാൻ നോക്കി. അതുപോലെ ബാലിശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരിയെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകൾ മുകേഷ് നൽകി. അതുപോലെ തന്നെ മുകേഷിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞോളൂ. ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. ഇതൊക്കെ ഒരു മുകേഷിന്റെ ചില ന്യായങ്ങൾ മാത്രമായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. ഇത് ഒരെണ്ണമല്ല, ഇനിയും തുടരെ വരാൻ പോകുന്നു. ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് മറച്ചു വെച്ചിരിക്കുന്ന കടലാസുകൾ 11 ഖണ്ഡികകൾ കൂടി പുറത്തുവിടണമെന്നുള്ള ആവശ്യം കൂടി ഞാനിപ്പോ രാവിലെ ന്യൂസ് 18 ഉന്നയിക്കുകയാണ്. കാരണം ആ ഖണ്ഡികകളിലും ഇവരുടെയൊക്കെ പേരുണ്ടോ എന്നുള്ള ബലമായ സംശയം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇഷ്ടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അധികാരമില്ലാത്തൊരു കാര്യം സർക്കാർ ചെയ്തിരിക്കുന്നത്. സർക്കാർ ആ പേജുകൾ കൂടി പുറത്തുവിടണം. അതിനകത്ത് വന്നിരിക്കുന്ന മൊഴികൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനകത്തും ഈ മുകേഷ് അടക്കമുള്ള CPM-വുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരതിനകത്തുണ്ട്, സർക്കാരിന്റെ ഇഷ്ടക്കാരായിട്ടുള്ളവരുടെ പേരതിനകത്തുണ്ട് എന്നുള്ള ബലമായ സംശയം പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. രഞ്ജിത്തിനെ തന്നെ നമ്മൾ കണ്ടതാണല്ലോ. രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെയും ഇന്നലെ വീണ്ടും പരാതി വരുമ്പോൾ ഏത് രീതിയിലാണ് ആ കേസുകൾ മുന്നോട്ട് പോകുന്നത്? അപ്പൊ സർക്കാർ പരമാവധി ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലയിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് കേവലം വോട്ട് തേടുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു സ്റ്റണ്ട് മാത്രമാണ് എന്ന് ഈ നടപടികളിലൂടെ നമ്മൾ ബോധ്യപ്പെടുകയാണ്. ഇത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയമായുള്ള ആയുധമായി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊക്കെയുള്ള ഒരു ആരോപണം വരുമല്ലോ. നേരത്തെ എൽദോസ് കുന്നപ്പള്ളിനും എം വിൻസെന്റിനും ഒക്കെ ഇത്തരത്തിലുള്ള പരാതികൾ വന്നപ്പോൾ അവരൊന്നും സ്ഥാനം ഒഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചോദ്യം ഉണ്ടാകാം. ഷാനിമോൾ ഉസ്മാൻ, ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് മറ്റെന്തെങ്കിലുമായിട്ട് താരതമ്യം ചെയ്ത് ഇതിന്റെ പ്രാധാന്യം കളയുന്നതിന് വേണ്ടി CPM ശരിക്കും ശ്രമിക്കുന്നത് ശരിയല്ല. ഇതിനകത്ത് ഒരു സംശയം വേണ്ട. തുടരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ജനപ്രതിനിധിയാണ് എന്ന് പറയുമ്പോഴേ അതിനപ്പുറം പിന്നെ അതിനകത്ത് വേറെ ചോദ്യങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ന്യായീകരിച്ച് മുകേഷിനെ ന്യായീകരിച്ചുകൊണ്ടും ഇടതുപക്ഷ മുന്നണിയെ ന്യായീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. എന്തൊക്കെ വിഷയമുണ്ടായിട്ടുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ തന്നെ കാലാകാലങ്ങളിൽ ഇവിടെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനകത്തുള്ള പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരിക്കലും സ്ത്രീ പീഡനത്തെ ഒരു കാരണവശാലും ഞങ്ങൾ ന്യായീകരിക്കില്ല. കൊല്ലത്തിന്റെ ജനപ്രതിനിധിയായിരിക്കാൻ ഒരു തരത്തിലും യോഗ്യതയില്ലാത്ത മുകേഷ് രാജിവെക്കുക എന്നുള്ളത് മാത്രമാണ് മുകേഷിന്റെ മുന്നിലുള്ള പോംവഴി.
മാം, അതുപോലെ തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധ നടപടികൾ സ്വീകരിക്കുമെന്നും അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് തുടർ നടപടികൾ? തുടർ നടപടികൾ എന്ന് പറയുന്നത് ഞങ്ങള് സ്വാഭാവികമായിട്ടും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും സമരരംഗത്ത് തന്നെയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇന്നും ഞങ്ങളുടെ കളക്ടറേറ്റ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങൾക്ക് മുന്നിലും കോൺഗ്രസിന്റെ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്ന രീതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശകൾ നടപ്പിലാക്കണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന CPM-ന്റെ നിലപാട് ശരിയല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇവിടെ സിനിമ ഇൻഡസ്ട്രി ഇവിടെ കൃത്യമായി മുന്നോട്ട് പോകണമെന്നും പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഈ മേഖലയെ നവീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകുതി ഭാഗം 11 ഖണ്ഡിക പൂഴ്ത്തിവെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ നിലപാട് ശരിയല്ലെന്നും മന്ത്രി സജി ചെറിയാൻ പല തവണ മലക്കം മറിഞ്ഞ് രഞ്ജിത്തിനെ അടക്കം സംരക്ഷിക്കുന്ന രംഗത്ത് വന്ന മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നും വീണ ജോർജ് ഇത്രയേറെ കാര്യങ്ങൾ ഒരു സ്ത്രീ വന്ന് മുന്നിൽ പറഞ്ഞത് അവര് ഇന്ത്യ വിഷന്റെ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇന്റർവ്യൂ നടത്തിയൊക്കെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതും അടക്കം സൂചിപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലേക്ക് ഞങ്ങൾ പോകുന്നു. ഇന്നലെയും മുകേഷ് രാജിവെക്കണമെന്നുള്ളത് കൊല്ലത്തിന്റെ ഒരു പ്രധാന ആവശ്യമായി ഉയർന്നിട്ടുണ്ട്. ഞാനും ഇന്നലെ കൊല്ലത്തെ ഒരു സമരപരിപാടിയിൽ പങ്കെടുത്തതാണ്. മുകേഷ് ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് ആവർത്തിച്ച് പറയാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾ സമരപരിപാടികൾ തന്നെയാണ്. തീക്ഷ്ണമായ സമരങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് ഈ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ശരി, വളരെയധികം നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന്. എന്തായാലും കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയത്തിനപ്പുറം അത് സ്ത്രീ വിഷയമായി തന്നെ കാണുന്നു കോൺഗ്രസ് എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് ബിന്ദു കൃഷ്ണ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ നല്ല വാർത്തകളല്ല നമുക്ക് എപ്പോഴും ഓരോ ദിവസവും രാവിലെ വരുമ്പോൾ പുതിയ പുതിയ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, അതിനപ്പുറത്തേക്ക് അത് കേസാകുന്നു. ഇപ്പോൾ മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നു, നമ്മുടെ ഒരു MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. താങ്കളുടെ പ്രതികരണം? കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇത്രയും മലീമസമായ രീതിയിൽ ഒരു ജനപ്രതിനിധിക്കെതിരെ നിരന്തര ആരോപണം വരുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്ത് തുടരുവാൻ മുകേഷിന് ധാർമ്മികമായി യാതൊരു അവകാശവുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുകേഷിനെതിരെ നിരന്തരം ആരോപണം ഉയർന്നു വന്നപ്പോഴും കേരളം ഭരിച്ച CPM സർക്കാർ അദ്ദേഹത്തെ ഇത്രയും കാലം കേസ് പോലും എടുക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അറിഞ്ഞാൽ അപ്പോൾ തന്നെ കേസെടുക്കണമെന്നുള്ള നിയമം അത് പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലായാലും ഭാരതീയ ന്യായ സംഹിതയിലായാലും പോക്സോ ആക്ട് പ്രകാരം കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ട്. എങ്കിലും നേരത്തെ മുകേഷിനെതിരെ പൊതുമണ്ഡലത്തിൽ വെളിപ്പെടുത്തൽ വന്നിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചത് മുകേഷിനെ സംരക്ഷിക്കാനാണ് എന്ന ഒരു വിശ്വാസം ആളുകളിൽ ഉള്ളപ്പോഴും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുവാനാണ് കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചത്. നമുക്കറിയാം, മുകേഷ് MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ട്, ഭരണകക്ഷി MLA എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം നേരിട്ടാൽ തീർച്ചയായും ആ അന്വേഷണം അട്ടിമറിക്കപ്പെടും. അത്രമേൽ കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്, വിശേഷിച്ച് പിണറായി വിജയന് വേണ്ടപ്പെട്ടയാളാണ്. കൊല്ലത്തെ CPM-ഉം കൊല്ലത്തെ പൊതുജനങ്ങളും ഒരേ സ്വരത്തിൽ മുകേഷിന്റെ ചെയ്തികളിൽ അമർഷവും അപമാനവും ആയി നിൽക്കുമ്പോൾ കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഇത്രത്തോളം എന്തിന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ചോദ്യം കേരളത്തിൽ എല്ലായിടത്തും അലയടിക്കുകയാണ്. ഒരു കാരണവശാലും മുകേഷ് MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്വേഷണം നടത്തിയാൽ അത് നിഷ്പക്ഷമായ അന്വേഷണമാകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കേണ്ടത് നാടിന് അനിവാര്യമാണ്. മാഡം, അതുപോലെ ഇത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ, അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ് മാഡം? അല്ല, ഭരണകക്ഷി പ്രത്യേകിച്ച് പോലീസിനെ ഉപയോഗിച്ച് എന്തും ചെയ്യും. എത്രയോ കേസുകളിൽ നമ്മൾ കണ്ടതാണ്. വാളയാർ കേസ്, വണ്ടിപ്പെരിയാർ കേസ്, അങ്ങനെ പല അതുമായി ബന്ധപ്പെട്ട കേസ്, അങ്ങനെ എത്രയോ കേസുകൾ നമ്മൾ കണ്ടതാ. എങ്ങനെയാണ് അട്ടിമറിക്കുന്നത്? പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് കേരളത്തിലെ CPM ഭരണത്തിൽ കേസ് അട്ടിമറിക്കുന്നത് എങ്ങനെയാണെന്ന് പലവരും നമ്മൾ കണ്ടതാ. അതിനേക്കാൾ പ്രബലനും അധികാരത്തിലിരിക്കുന്നതും ഏറ്റവും ഉന്നതമായ അധികാരക്കാർക്ക് വേണ്ടപ്പെട്ടവനുമായ മുകേഷ് സംരക്ഷിക്കുവാൻ അവർ ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ അടക്കമുള്ള പൊതുസമൂഹം ഭയക്കുന്നുണ്ട്.
മുൻകാല ചെയ്തികൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. കൊല്ലത്തെ CPM-ൽ എത്രയോ നേതാക്കന്മാർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലും അതുപോലെ നിരവധിയായ സംഘടനാ വർഗ ബഹുജന സംഘടനകളിലൂടെയും ഒക്കെ കടന്നു വന്ന് കഴിവ് തെളിയിച്ചവരുണ്ട്. അവരൊക്കെ ഉള്ളപ്പോൾ തന്നെയാണല്ലോ ഈ ആളിനെ ലാറ്ററൽ എൻട്രിയിലൂടെ കൊണ്ടുവന്ന് 2 തവണ MLA ആക്കി 3-ാം തവണ MP ആക്കാൻ ശ്രമിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ. അപ്പൊ എത്രത്തോളം ശ്രീ മുകേഷിനെ കേരളത്തിലെ സംസ്ഥാന CPM നേതൃത്വം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഒന്നും വേണ്ട, സംസ്ഥാന മന്ത്രിസഭയിൽ ഇന്ന് അംഗമായിരിക്കുന്ന ശ്രീമതി വീണ ജോർജിനോട് മുകേഷിന്റെ മുൻ ഭാര്യ ശ്രീമതി സരിത പറഞ്ഞ വാക്കുകൾ വേദനയോട് കണ്ണുനീരോ കൂടി അല്ലാതെ ആർക്കെങ്കിലും കേട്ടിരിക്കാനാകുമോ? അന്ന് തൊട്ട് ഇങ്ങോട്ട് എത്ര പേരാ ശ്രീ മുകേഷിനെതിരെ ആരോപണം പറഞ്ഞത്? ഈ ആരൊക്കെ ആരോപണം പറയാതെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. ആ സാഹചര്യത്തിൽ ഈ ആരോപണ പരമ്പരകളിൽ കുളിച്ചു നിൽക്കുന്ന ഈ മുകേഷ് ഈ സ്ഥാനത്ത് തുടരുന്നത് ഒട്ടും ധാർമ്മികതയല്ല. എന്തെങ്കിലും ധാർമ്മികത കേരളത്തിലെ CPM-ൽ കേരളത്തിലെ LDF ഗവൺമെന്റിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകേഷ് തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം. ശ്രീമതി ബിന്ദുകൃഷ്ണ, രാഷ്ട്രീയത്തിനപ്പുറം ഈ കേസിൽ ഇപ്പോൾ സർക്കാരിന് സമ്മർദ്ദമുണ്ടാകുന്നു, അല്ലെങ്കിൽ MLA എന്ന നിലയിൽ മുകേഷിനെ മാറ്റണമെന്ന രീതിയിൽ സമ്മർദ്ദമുണ്ടാകുന്നു എന്നുള്ളതിന് തെളിവാണ്. അല്പസമയം മുമ്പ് ഞങ്ങൾ CPI നേതാവ് ആനി രാജയുമായി സംസാരിച്ചപ്പോൾ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല, അദ്ദേഹം യോഗ്യനല്ല എന്നാണ് ആനി രാജ പ്രതികരിച്ചത്. ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു? ശ്രീമതി ആനി രാജയുടെ പ്രസ്താവനയെ 2 ദിവസമായി ശ്രീമതി ആനി രാജ ഇത് ഉറക്കെ പറയുന്നു. അതിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ആനി രാജ മാത്രമല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന CPM സഹയാത്രികരായ CPM-ന് വേണ്ടി എന്നും ശബ്ദിച്ചുകൊണ്ടിരുന്ന സാഹിത്യ സാംസ്കാരിക രംഗത്തെ വനിതകൾ 100 പേർ ഒറ്റക്കെട്ടായി ആ മുകേഷ് രാജിവെക്കേണ്ടത് ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീമതി KR മീര, ശ്രീമതി അതുപോലെയുള്ള ഒട്ടനവധി VP സൂര, സാറ ടീച്ചർ, അങ്ങനെ കേരളീയ സാമൂഹിക രംഗത്തെ സാംസ്കാരിക രംഗത്തെ ഉന്നത വ്യക്തിത്വങ്ങൾ ഒറ്റക്കെട്ടായി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിവേകമുള്ള എല്ലാ മലയാളിയും ഇത് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട് ഇനിയും CPM-ന് മനസ്സിലാകുന്നില്ല? മനസ്സിലാകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം CPM എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സ്ത്രീപക്ഷ നിലപാട് പലപ്പോഴും അവർ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന പാർട്ടി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള പാർട്ടിക്ക് എത്ര നിമിഷം ശ്രീ മുകേഷിനെ ഇങ്ങനെ ചുമക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ആത്മാഭിമാനം അവർക്കുണ്ട് എങ്കിൽ ശ്രീ മുകേഷിനെ തൽസ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. അതാണ് ഒരു കാര്യം കൂടി ചോദിച്ചു വിടാം. ബിന്ദുകൃഷ്ണ, നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന, എതിർചേരിയിൽ നിൽക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് കേവലം രാഷ്ട്രീയമാണ് എന്ന് മാത്രം പറയുന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. പ്രധാനപ്പെട്ട അതിന് കാരണം കോൺഗ്രസിൽ എത്ര പേർ ഇത്തരത്തിൽ പരാതി വന്നിട്ട് രാജിവെച്ച് മാറി നിന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യവും ആവർത്തിക്കാം. അവരോടെന്താണ് മറുപടി? വളരെ കൃത്യമായി ഞാൻ പറയുന്നു, കോൺഗ്രസിൽ മാത്രമല്ല, PK ശശി അടക്കമുള്ള CPM നേതാക്കന്മാർ ഉൾപ്പെടെ പലർക്കുമെതിരെ, P ശശി അതുപോലെ പല നേതാക്കന്മാർക്കുമെതിരെ ഇത്തരം ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ P ശശിയും PK ശശിയും ഒക്കെ CPM സ്വന്തം പാർട്ടി കോഡ് ഓഫ് കോണ്ടക്ട് പ്രകാരം സംരക്ഷിച്ചുവെങ്കിലും കോൺഗ്രസിലെ നേതാക്കന്മാർക്കെതിരെ അത്തരം ആരോപണം ഉയർന്നു വന്നപ്പോൾ നിയമത്തിന്റെ വഴിക്കാണ് പോയത്. ഞങ്ങളുടെ ഒരു MLA ജയിൽവാസം അനുഭവിച്ചതിന് ശേഷമാണ് ജാമ്യം നേടി നിയമപ്രകാരം പുറത്തു വന്നത്. മറ്റൊരു MLA കോടതി മുൻകൂർ ജാമ്യം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 കേസിലും കോൺഗ്രസ് പാർട്ടി അവരെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് നടപടിയെടുത്തത്. അതിനുമപ്പുറത്തേക്ക് അവർ പ്രതിപക്ഷ MLA-മാരാണ്. അവരെ എന്തായാലും പിണറായിയുടെ പോലീസോ പിണറായി ഗവൺമെന്റോ സംരക്ഷിക്കുമെന്ന് കരുതാൻ വയ്യ, പൊതുസമൂഹത്തിന് കരുതാൻ വയ്യ. അതുപോലെയല്ല ശ്രീ മുകേഷിന്റെ സ്ഥിതി. മുകേഷിനെ ആളും അർത്ഥവും ഉപയോഗിച്ച് കേരളത്തിലെ CPM സംരക്ഷിക്കുമെന്ന് പൊതുജനങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് അതും ഇതും ഒന്നായി കാണുന്നത് ഒട്ടും ഉചിതമല്ല, താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. ശരി, വളരെയധികം നന്ദി ശ്രീമതി ബിന്ദുകൃഷ്ണ ഞങ്ങളോട് സംസാരിച്ചു. ഇപ്പോൾ CPM നേതാവ് K അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സർ. നമ്മളിപ്പോൾ ഏറ്റവും പുതുതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന കാര്യം MLA-ക്കെതിരെ, മുകേഷ് MLA-ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് മരട് പോലീസ്. ഇതുവരെയും ആരോപണങ്ങളായിരുന്നുവെങ്കിൽ അത് നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് താങ്കൾ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ കേരളത്തിലെ LDF സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ആരെങ്കിലും പരാതിയായി വന്നാൽ ഞങ്ങൾ പരാതിക്കാർക്കൊപ്പം നിൽക്കുമെന്നാണ്. മുഖ്യമന്ത്രിയുടെ വാക്ക് വെറും വാക്കല്ല, അഭിനന്ദനീയമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്ന് ഇന്ന് വ്യക്തമായിരിക്കുന്നു. അന്ന് അത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ മുഖ്യമന്ത്രിയെയും CPM-നെയും എത്ര വലിയ കടന്നാക്രമണമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയത്. നിങ്ങൾ ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയിൽ പരാതിക്കാരുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ കോലാഹലം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ വന്ന പരാതിക്കാർ മാത്രമാണ് ഈ മേഖലയിൽ ഉള്ളതെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇത്രയും സംഭവങ്ങൾ മാത്രമേ നിയമവ്യവസ്ഥയിൽ ഈ സിനിമാ മേഖലയിൽ നടന്നിട്ടുള്ളതാണ്.
പലരും പരാതിയായിട്ട് മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല എന്നാണ് സത്യം. പരാതിയായി മുന്നോട്ട് വരാൻ തയ്യാറായവർക്ക് സർക്കാരിനുള്ള വിശ്വാസമാണ്, മുഖ്യമന്ത്രിയുള്ള വിശ്വാസമാണ്. മുമ്പൊരു യുവനടി ആക്രമിക്കപ്പെട്ടപ്പോൾ സർക്കാർ അവർക്കൊപ്പം നിന്ന് പ്രമുഖനായ സിനിമാ നടൻ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ച ചരിത്രത്തിന്റെ കരുത്തിലാണ് അവർ പരാതിയായിട്ട് വന്നിരിക്കുന്നത്. അവർക്കൊപ്പമാണ് കേരളം, അവർക്കൊപ്പമാണ് സർക്കാരും CPM നിലപാട് സ്വീകരിക്കുന്നത്. 2, ഇക്കാര്യങ്ങളിലെല്ലാം പാർട്ടി വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയല്ല നിലപാട് സ്വീകരിക്കുക. പാർട്ടിയുടെ നിലപാട് എപ്പോഴും വ്യക്തമാണ്. അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ അധികാരസ്ഥാനത്ത് തുടരാനാവില്ല ഇത്തരം ആരോപണങ്ങൾ വന്നാൽ. മുമ്പ് LDF സർക്കാരിന്റെ കാലത്ത് ഒരു മന്ത്രിക്കെതിരായി തന്നെ ആരോപണം ഉയർത്തുന്നു. അന്ന് LDF കൂട്ടായി എടുത്ത തീരുമാനം എന്താണ്? അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജിവെച്ച ശേഷം അദ്ദേഹം ആ കേസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിനു ശേഷം ആ കേസ് പൂർത്തിയായി കുറ്റവിമുക്തനായപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു മന്ത്രിസ്ഥാനത്തേക്ക് വരാനായി. MLA സ്ഥാനം രാജിവെച്ചില്ല. അന്ന് അത് രാജിവെപ്പിച്ചതിന്റെ ചുരുക്ക് നിൽക്കാൻ അദ്ദേഹത്തെ UDF-ലേക്ക് ആനയിച്ചുകൊണ്ടുപോയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ചരിത്രമൊന്നും മറന്നു പോകരുത്. UDF-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. ഇങ്ങനെ രാഷ്ട്രീയമായി തരാതരം പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി UDF-നുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി എന്താ ചെയ്തത്? MLA സ്ഥാനം രാജിവെക്കണോ മന്ത്രിസ്ഥാനം രാജിവെക്കണോ? സോളാർ കേസുമായി ബന്ധപ്പെട്ട 6 UDF നേതാക്കന്മാർക്കെതിരെ കേസുകൾ വന്നു. അവര് ആ കേസുകൾ നിലനിൽക്കുമ്പോൾ തൊണ്ടൊന്നും മത്സരിച്ചില്ലേ? അവരാ കേസുകൾ നിലനിൽക്കുമ്പോൾ നിയമപരമായി MLA-മാരായി MP-മാരായി തുടർന്നില്ലേ? KC വേണുഗോപാൽ MP ആയില്ലേ? ശ്രീ കെ അനിൽകുമാർ, ചുരുക്കത്തിൽ പറഞ്ഞാൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. അങ്ങനല്ല. ഒരു അധികാര സ്ഥാനത്തും LDF സർക്കാരിന്റെ കാലത്ത് ഒരാളെയും വെച്ച് ഉറപ്പിക്കില്ല ഇത്തരം ആരോപണങ്ങൾ വന്നാൽ. ഇതാണ് ഞങ്ങളുടെ സുചിന്തിതമായ നിലപാട്. മറ്റത് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഇത്തരം കേസുകളിൽപ്പെട്ടാൽ അവർക്ക് പ്രത്യേക കോടതിയിലെ വിചാരണയും അതിവേഗ വിചാരണയും നിയമവ്യവസ്ഥ ഉറപ്പു നൽകുന്നു. അതനുസരിച്ച് ഈ പരാതിക്കാരി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് വളരെ വേഗത്തിൽ സർക്കാർ അത്തരം നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലേക്ക് ബന്ധപ്പെട്ട ആളുകളെ എത്തിച്ചിരിക്കുന്നു. ഇതാണ് സർക്കാർ കേരളത്തിൽ നൽകുന്ന ഉറപ്പ്. അത് നടപ്പാക്കി കൊടുക്കും. അതാണ് സർക്കാരിന്റെ ബാധ്യത. CPM അതിന് ഉറച്ചു നിൽക്കുന്നു. LDF-ന്റെ നയം അതാണ്. LDF പ്രത്യേകമായി പുതിയൊരു നയം തീരുമാനിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് ശ്രീമതി ആനിരാധ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ആവർത്തിക്കുകയാണ് മുകേഷിന് അത് തുടരാൻ യോഗ്യതയില്ല, അദ്ദേഹം യോഗ്യനല്ല, രാജിവെക്കണമെന്ന്. അത് LDF എടുത്തൊരു നിലപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അത്തരം ഒരു ആവശ്യം അന്നും ഉയർന്നിരുന്നില്ല. അപ്പൊ അന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. PS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ പിന്നീടൊരു മാറ്റം LDF നിലയ്ക്ക് വന്നിട്ടില്ല. വരാത്തിടത്തോളം കാലം നമ്മളതിൽ പ്രതികരിക്കാനാവില്ല. ഒറ്റ ചോദ്യം ഡയറക്റ്റായി ഞാൻ ചോദിക്കുന്നു. ഇത്തരത്തിൽ ഇരകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നിരിക്കട്ടെ, നേരത്തെ പറഞ്ഞ നടി ആക്രമിക്കപ്പെട്ട കേസിലും സർക്കാർ ഇരയ്ക്കൊപ്പമായിരുന്നു, അതിജീവിതയ്ക്കൊപ്പമായിരുന്നു. ഇപ്പോൾ മുകേഷിനെതിരെ നിരവധി പരാതികൾ വരുന്നു. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു മരട് പോലീസ്. എന്താണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്? മുകേഷ് MLA സ്ഥാനം രാജിവെക്കുമോ? അതാണ് പറയുന്നത്. അദ്ദേഹം MLA ആയിരുന്ന സന്ദർഭത്തിൽ MLA എന്ന നിലയ്ക്ക് നടത്തിയിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൽ വന്ന ഒരു വിഷയമല്ല ഇപ്പൊ കേസിനകത്ത്. അദ്ദേഹം സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച കാലത്തുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അത് തന്നെ കേസായി മാറാൻ കാരണം സർക്കാർ നിലപാട് കൊണ്ടാണ്, സർക്കാരിലുള്ള പരാതിക്കാരുടെ വിശ്വാസം കൊണ്ടാണ്. അത് നിയമവ്യവസ്ഥയുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിയമവ്യവസ്ഥയാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ആ തീരുമാനത്തിനൊപ്പം എന്താണോ പരാതിക്കാർക്ക് വേണ്ടത് അവർക്കൊപ്പം നിന്നുകൊണ്ട് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരെ ശക്തിപ്പെടുത്തും. അതാണ് ഞങ്ങളുടെ നിലപാട്. സർ, ഒരു കാര്യം കൂടി, താങ്കൾ ഈ പറയുന്നത് വെള്ളപൂശൽ എന്ന് തോന്നുന്നവരോടുള്ള മറുപടി എന്താണ് താങ്കളുടേത്? പ്രത്യേകിച്ച് ഇത്രയും വലിയ ലൈംഗിക ആരോപണം നേരിടുന്ന ഒരാൾക്ക് വേണ്ടി താങ്കൾ രാവിലെ തന്നെ വാദിക്കുന്നതായി തോന്നുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അല്ലെ, രാവിലെ എന്നെയാണ് വിളിച്ചത്. ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ചില്ല. തീർച്ചയായും എന്നെ വിളിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരും ഒളിച്ചു പോകുന്നവരല്ല. വീട്ടിലിരുന്ന് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ രാവിലെ ഇറങ്ങി തിരിച്ചു എന്നോട് പറയരുത്. അത് മര്യാദ കേടാ. അല്ല ഇല്ല സർ, അങ്ങനെയല്ല ഞാൻ ഞാൻ ഇങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ CPM പ്രവർത്തകർ ഒളിച്ചു പോകാൻ പോകണം. നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്കെതിരെ വ്യാജ വാർത്ത എഴുതി വെച്ചിട്ട് ഞങ്ങളൊരു പാതാളത്തിലും പോകില്ല. സർ, ഇതിൽ ഏതാണ് വ്യാജ വാർത്ത? മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നു. അതല്ല, അതൊന്നുമല്ല. ഞാൻ എന്തോ ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കും ചോദ്യം മര്യാദയുള്ളതാണ്. താങ്കൾ, ഞാൻ ഡയറക്റ്റായാണ് ചോദിച്ചത്, മുകേഷ് രാജിവെക്കുമോ? പറയുന്നത് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നു. ശരി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഒരു വാക്ക് എന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. താങ്കൾ പറയൂ, ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനിയും മുകേഷ് ആ സ്ഥാനത്ത് തുടരുമോ എന്നുള്ളത്. താങ്കൾ ഒരു മുതിർന്ന നേതാവാണല്ലോ, താങ്കളോട് ചോദിക്കുന്നു. എന്താണ് അതിൽ താങ്കൾക്കുള്ള മറുപടി? ഡയറക്റ്റായി ചോദിച്ചതാണ്. ഡയറക്റ്റായ ഒരു ഉത്തരവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡയറക്റ്റായിട്ട് തന്നെയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. പാർലമെന്ററി വേദികളിലെ പദവികൾ എന്ന് പറയുന്നത് അധികാര സ്ഥാനത്തിന്റെ ഭാഗമല്ല.
അതുകൊണ്ട് അത്തരം കേസുകളിൽപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അനുവാദം കൊടുക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഏതാണ്? നിങ്ങൾ കുറെ കേസ് പ്രതിയാണെങ്കിൽ കേസിന്റെ പട്ടിക പത്രത്തിൽ കൊടുക്കണം, പ്രസിദ്ധീകരിക്കണം. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ. അതനുസരിച്ചിട്ടാണ് കേസിലെ പ്രതികളായവർ അവരുടെ എല്ലാം വിവരങ്ങൾ കൊടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മാധ്യമങ്ങളിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ ഇത്ര കേസിൽ പ്രതിയാണ്. ബഹുമാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹം ഇതുപോലെ ഒരു കേസിൽ പ്രതിയായി. ഒരു മാധ്യമ പ്രവർത്തകയാണ് പരാതിക്കാരി. സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് വിഷയം. ആ കേസ് നിലനിൽക്കുമ്പോൾ അദ്ദേഹം നോമിനേഷൻ കൊടുത്തു. അദ്ദേഹം MP ആയി, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. അധികാരസ്ഥാനത്ത് തുടരാൻ പാടുണ്ടോ? ആ കേസ് നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം അധികാരസ്ഥാനത്ത് തുടരാൻ പാടുണ്ടോ? ആ ചോദ്യം നിങ്ങൾ ചോദിച്ചോ? നാളെ വരെ ചോദിച്ചില്ലല്ലോ. അത് ചോദിച്ചിട്ട് വരും, അപ്പോൾ നമുക്ക് സംസാരിക്കാം. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഭാഗികമായാണല്ലോ റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രമുഖ വ്യക്തികളുടെ പേര് മറച്ചു വെക്കാനുള്ള സർക്കാരിന്റെ നീക്കമായിരുന്നു ഈ ഭാഗികമായി മാത്രം റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസും പോലീസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് റിപ്പോർട്ടുമായി ഇതിന് ബന്ധമില്ല. റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്ക് നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് ഇത് വരൂ, നിങ്ങൾക്കൊപ്പം സർക്കാർ ഉണ്ടാവും. അപ്പൊ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനാണ് നിങ്ങളെല്ലാം കൂടെ മെനക്കെട്ടത്. ഇത് ആരെയും രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഞങ്ങൾ ആരെയും രക്ഷിക്കാനല്ല. ഒരു നിയമവ്യവസ്ഥയിൽ പരാതിക്കാർ വന്ന് പരാതി കൊടുക്കാതെ ഒരു കേസ് എടുക്കാനും നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലാവില്ല. മുഖ്യമന്ത്രി പറഞ്ഞിടത്താണ് അതിന്റെ യാഥാർത്ഥ്യം നിലനിൽക്കുന്നതെന്ന് തെളിഞ്ഞിരിക്കുന്നു. സർ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ മുകേഷിനോട് ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടാകണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അല്ല, തീരെ മനസ്സിലാവാത്തൊരു കാര്യം, ഇക്കാര്യത്തിൽ ഒരു കേസ് വന്നാൽ ആ കേസ് നിയമപരമായി കൈകാര്യം ചെയ്യാൻ ആ വ്യക്തിക്ക് ചുമതലയുണ്ട്, അല്ലെങ്കിൽ വ്യക്തിക്ക് അവകാശമുണ്ട്. അതാണ് നിയമവ്യവസ്ഥയിലെ കൈകാര്യം ചെയ്യുന്നത്. രാഷ്ട്രീയമായി തീരുമാനമെടുക്കേണ്ട ഒരു അധികാര സ്ഥാനത്തും മുകേഷ് ഇല്ല. ശരി, ശ്രീ കെ അനിൽകുമാർ, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വാർത്തകളിലേക്ക് തന്നെ തിരിച്ചു വരാം, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമ്മളിനി ബർത്ത്ഡേ സെഗ്മെന്റിലേക്ക്, ആഘോഷങ്ങൾ നിങ്ങൾക്ക് ന്യൂസ് 18-നൊപ്പം നിങ്ങൾക്ക് ന്യൂസ് 18 സ്ക്രീനിൽ വന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കാം. നിരവധി പ്രേക്ഷകർ, മലയാളികൾ, വിവിധയിടങ്ങളിൽ ഇരിക്കുന്നവർ നിങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേരും. അങ്ങനെ നമ്മളൊരു ബർത്ത്ഡേ വിഷിലേക്ക് പോവുകയാണ്. ആൽഫിൻ ബിജു ആൻഡ് അശ്വിൻ ബിജു, രണ്ടുപേർക്കും ട്വിൻസാണ്. രണ്ടുപേർക്കും ട്വിൻസാണെന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് ചോദിക്കാം. രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ, വെരി ഹാപ്പി ബർത്ത്ഡേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. എന്താണ് ബർത്ത്ഡേ ആയിട്ട് ഒരു സന്തോഷമില്ലാത്ത? ഒന്നില്ലേ? ട്വിൻസ് ആണല്ലോ അല്ലേ? നിങ്ങള് ട്വിൻസ് ആണോ? ആണ്. ആഹാ, ഓക്കെ. എന്താ പരിപാടി ബർത്ത്ഡേ ആയിട്ട്? എന്തോ കേക്ക് കട്ട് ചെയ്യണം. പിന്നെയോ? ഒന്നുമില്ലേ? പഠിക്കുകയാണോ? എന്താണ് ചെയ്യുന്നത്? +1. ഏത് സ്കൂളിലാ? എന്തോ? അതെ, അപ്പൊ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല, നമ്മുടെ പലയിടത്ത് ഇരുന്നിട്ടുള്ള മലയാളികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് 18-ലൂടെ ബർത്ത്ഡേക്കാരെ കേട്ടോ. എന്താ പറയാനുള്ള? എല്ലാവരുടെ സന്തോഷാണോ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? അപ്പൻ, അമ്മ. ഈ സംസാരിക്കുന്ന ആള് അശ്വിൻ ആണോ ആൽഫിൻ ആണോ? അശ്വിൻ. അപ്പൊ ആൽഫിൻ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. ഇത് ആരാണ് ന്യൂസ് 18-നൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാന്നുള്ള ഐഡിയ തന്നത്? അപ്പനാണോ? അപ്പൊ അപ്പനോട് ഞങ്ങളുടെ അന്വേഷണം പറയണം. അപ്പനോടും അമ്മയോടും അന്വേഷണം പറയണം. രണ്ടുപേരും വഴക്ക്. അപ്പൻ ക്യാമറയുടെ പുറകിലാണോ? ആന്നല്ലേ? രണ്ടുപേരും. പറഞ്ഞോ. അവിടെ ഉണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാ? നെല്ലിക്കുന്ന്. തൃശ്ശൂരാണ്. അപ്പോ രണ്ടുപേർക്കും നല്ലൊരു ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. കേക്ക് കട്ടിങ് മാത്രം പോരാന്ന് അപ്പനോട് പറയണം കേട്ടോ. ഞങ്ങൾക്ക് എങ്ങനെയാണ് തരുന്നത്? സ്വീറ്റ്സ് എന്തെങ്കിലും? എന്തോ തരുണ്ട്. അതെങ്ങനെയാണ് തരുന്നതെന്നാ ഞാൻ ചോദിച്ചത്. അപ്പം തരുണ്ട് എന്നാണ് പറയുന്നത്. കൂട്ടുകാരായിട്ടൊന്നും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ലേ? ഇന്ന് സ്കൂളിൽ പോണോ?
ആ ഇന്ന് കളർ ഡ്രസ്സിലാണോ പോകുന്നേ? ആ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ചു പൊളിക്കൂ, അവർക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കൂ, ഞങ്ങൾ കഴിച്ച പോലെ അല്ലേ? അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക് യു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് അയക്കേണ്ട നമ്പർ 9346975748. വാട്സാപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് ഇങ്ങനെയാണ്: സ്പെഷ്യൽ ഡേ, നെയിം, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, പിറന്നാൾ അല്ലെങ്കിൽ വിവാഹ വാർഷികം, അരങ്ങേറ്റം, അങ്ങനെ എന്തുമാകട്ടെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് 18നൊപ്പം ആഘോഷിക്കാം. അപ്പോൾ ഒരു ഇടവേള പോയിട്ട് മടങ്ങിയെത്താം. പാലക്കാട്ട് വ്യവസായ സ്മാർട്ട് മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്ത, ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം നടിയുടെ പരാതിയിൽ മണിയൻപിള്ള രാജുവിനെതിരെയും കേസെടുത്തിരിക്കുന്നു. ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ അപമാനിച്ചു എന്ന പരാതിയിലാണ് കേസ്. കൂടുതൽ പേർക്കെതിരെ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്കിനി വയനാട്ടിലേക്ക് പോകാം. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം ചേരുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം. പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പുനരധിവാസം വിശദ ചർച്ചകൾക്ക് ശേഷം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ ലഭിച്ച സഹായങ്ങളും ഇനി വേണ്ട കാര്യങ്ങളും യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കും. ലോകോത്തര നിലവാരത്തിൽ പുനരധിവാസം ഉറപ്പാക്കും എന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. മറ്റന്നാൾ മടങ്ങുന്ന സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുക. ഭാഗികമായെങ്കിലും തെരച്ചിൽ തുടരുന്നുണ്ട്. എസ് വിനേഷ് കുമാറാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, ഗുഡ് മോർണിംഗ്. കേന്ദ്ര സംഘം മറ്റന്നാൾ മടങ്ങുകയാണ്. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേന്ദ്ര സഹായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തിക്കുകയും സന്ദർശിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അതിനുശേഷമുള്ള പ്രതികരണം നമുക്ക് വലിയ പ്രതീക്ഷ തന്നിരുന്നു. സാമ്പത്തികം അതൊരു പ്രശ്നമല്ല, നിങ്ങളെ ഒപ്പം ചേർക്കുന്നു, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേന്ദ്ര സംഘത്തിന്റെ അന്വേഷണം അല്ലെങ്കിൽ റിപ്പോർട്ട് അവർ അവിടെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ആ പ്രതീക്ഷ അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് കരുതാം, അല്ലേ? അശ്വതി കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. എന്തായാലും കേന്ദ്ര സഹായത്തിൽ വലിയ പ്രതീക്ഷ കേരളം അർപ്പിക്കുന്നുണ്ട്. കാരണം കേന്ദ്ര സംഘം ഇപ്പോഴും കഴിഞ്ഞ ഒരാഴ്ചയാവാനായി 31-നാണ് കേന്ദ്ര സംഘം ഇവിടെ നിന്ന് മടങ്ങുക. അതുവരെ വളരെ വിശദമായ പഠനം നടത്തുകയും സമഗ്രമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഈ കേന്ദ്ര സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് സംസ്ഥാനത്തു നിന്നുള്ള ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി, സഹായം കൂടി അവർക്കുണ്ട്. എന്തായാലും അവരിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ ഉരുൾപൊട്ടൽ നടന്ന മേഖലയിൽ, അതായത് മുണ്ടക്കൈ, ചൂരൽമല ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഈ വെള്ളാർമല വില്ലേജിലെ പല സ്ഥലങ്ങളിലും അവർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ മുറയ്ക്ക് ഇനി അവർ അത് വെച്ച് അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറിയ ആളുകളുടെ ജീവിത നിലവാരം, അവരുടെ ജീവിത സാഹചര്യം, അതുപോലെ തന്നെ അവരുടെ ജീവിതോപാധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ മറ്റുള്ള ജീവൽ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ അവർ പഠിക്കുന്നുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഭാവിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ, അവർക്കൊരു ജീവിതോപാധി ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ കൃത്യമായൊരു പുനരധിവാസം, അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റുള്ള തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതനുസരിച്ചുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിന് നൽകുക. അതനുസരിച്ചായിരിക്കും കേന്ദ്ര സഹായം ലഭ്യമാകുക. 2000 കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം എന്നുള്ളൊരു കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അത് എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അത്രത്തോളം ഒരു പണം തുകയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു പുനർനിർമ്മാണം നടക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ ഈ കെട്ടിടങ്ങൾ, ഇതൊരു ടൗൺഷിപ്പ് ആണെങ്കിൽ പോലും 2-3 ടൗൺഷിപ്പുകൾ വേണ്ടിവരും എന്നുള്ളൊരു നിഗമനത്തിലാണ്. അത് ടൗൺഷിപ്പ് കണ്ടെത്താൻ, അല്ലെങ്കിൽ ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഭൂമി കണ്ടെത്താനുള്ള ഒരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർവേ വിഭാഗവും അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ സംയുക്തമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഭൂമി കണ്ടെത്തുന്നത്. പ്രധാനമായും ഈ വെള്ളാർമല വില്ലേജിൽ വരുന്ന ചൂരൽമലയുടെ
സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ദുരന്ത സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങൾ പരിശോധിച്ചാണ് ഇവിടെയാണ് ഇത്തരത്തിൽ ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നതിനുള്ള പ്രഥമ പരിഗണന അങ്ങനെയാണ്. അതുകൂടാതെ തന്നെ മറ്റുള്ള പഞ്ചായത്തുകളിലും ഇതിൻ്റെ സമീപ പഞ്ചായത്തായ മൂപ്പനാട് പഞ്ചായത്തും കൽപ്പറ്റ നഗരസഭയും അതുപോലെ തന്നെ അമ്പലവൽ പഞ്ചായത്തും എല്ലാം ഉണ്ട്. ഈ ഭാഗങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ചൂരൽമലയിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ആവശ്യം അവർ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ അറിയിച്ചതാണ്, ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചതാണ്. അപ്പോൾ അവിടെ തന്നെ പ്രധാനമായും അവിടെ തന്നെയാണ് പ്രഥമ പരിഗണന. ആ പ്രദേശങ്ങളിലുള്ള സ്ഥലത്തിന് തന്നെയാണ്. അവിടെ ഹാരിസൺ മലയാളത്തിൻ്റെയും അതുപോലെ തന്നെ ബോച്ചെ പോലുള്ള ബോച്ചയുടെയൊക്കെ എസ്റ്റേറ്റുകളുള്ള സ്ഥലം കൂടിയാണ്. ഒപ്പം തന്നെ അശ്വതി തെരച്ചിൽ ഭാഗികമായി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ശരീരാവശിഷ്ടങ്ങൾ, അതായത് അസ്ഥിക്കുടങ്ങളും മറ്റും കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ, ആളുകൾ ആവശ്യപ്പെടുമ്പോഴുള്ള തെരച്ചിലുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മുണ്ടക്കയിലും ഇവിടെയും ചൂരൽമലയിലുമല്ല, അല്ലാത്ത സ്ഥലങ്ങളിലാണ്. പരപ്പൻപൊയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ, പരപ്പൻപാറയിലും മറ്റുമൊക്കെയാണ് ഇത്തരത്തിലുള്ള തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേന്ദ്ര സംഘം സന്ദർശനം പൂർത്തിയാക്കി മറ്റന്നാൾ മടങ്ങുകയാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അടിസ്ഥാനമാക്കിയാകും കേന്ദ്ര സഹായം വയനാടിന് ലഭ്യമാകുക. ഇനി നമ്മൾ വീണ്ടും ഒരു സ്പെഷ്യൽ ഡേ വിഷിലേക്ക് പോവുകയാണ്. തൃപ്പൂണിത്തറ അത്തം 2024 അത്തച്ചമയത്തിനോടനുബന്ധിച്ച് നടത്തിയ കലാമത്സരത്തിൽ പൊതുവിഭാഗം പ്രസംഗ മത്സരത്തിൽ രാമചന്ദ്രൻ 1ാം സ്ഥാനം നേടി. തുടർച്ചയായി 6ാം തവണയാണ് 1ാം സ്ഥാനം നേടുന്നത്. അതെ, ആ രാമചന്ദ്രനാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് സ്പെഷ്യൽ ഡേ ആണ്. ഗുഡ് മോർണിംഗ് സർ, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. തുടർച്ചയായി 6ാം തവണയാണ് ഇങ്ങനൊരു സ്ഥാനം കരസ്ഥമാക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ 6 തവണയും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വിജയിയാവാൻ കഴിഞ്ഞത്? എന്താണ് അതിന്റെ രഹസ്യം? അതായത് ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തൊട്ട് തന്നെ ഞാൻ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഈ മത്സരത്തിന് പിന്നീട് പ്രായമാകുമ്പോൾ വേദി ഇല്ലാതാകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു വേദി തൃപ്പൂണിത്തറ അത്തച്ചമയമാണ്. അങ്ങനെ ഒരു വാശിയാണ് നമുക്ക്. മത്സര രംഗത്ത് നമുക്ക് പ്രായമല്ലല്ലോ. അങ്ങനെ കഴിഞ്ഞ എന്തോ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ 6 തവണ മൊത്തത്തിൽ 10 തവണ, ശരിക്കും പറഞ്ഞാൽ 10 വർഷമായിട്ട് എനിക്ക് 1ാം സമ്മാനമുണ്ട്. ഇടയ്ക്ക് 1-2 ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ, കേൾക്കാം സാർ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ മത്സരത്തിന്. പിന്നെ ഞാൻ അത്യാവശ്യം ചെറിയ രീതിയിൽ എഴുത്തൊക്കെ ഉണ്ട്. മാധ്യമങ്ങളിലൊക്കെ രാമായണത്തെ കുറിച്ചും മറ്റുമൊക്കെ ചെറിയ രീതിയിലൊക്കെ എഴുതും. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ചില സന്തോഷ നിമിഷങ്ങൾ വേണമല്ലോ. അപ്പോ ചെറിയ എഴുത്തും കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ആക്ച്വലി ബേസിക്കലി ഞാൻ മലയാളമല്ല, ഞാൻ ആക്ച്വലി കൊമേഴ്സ് ആണ്. ഞാൻ കായംകുളം ഹോളിമേരി സെൻട്രൽ സ്കൂളിലെ കോർഡിനേറ്റർ ആണ്. പക്ഷെ മലയാളത്തോടുള്ള ഭാഷയോടുള്ള ഒരു താല്പര്യം മൂലമാണ് ഈ പ്രസംഗം എന്നുള്ള ഇതിലേക്ക് കടന്നതും. സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ അത്തച്ചമയം പോലത്തെ പരിപാടികൾ ഇങ്ങനെ പങ്കെടുക്കുന്നു. അത് മാത്രമല്ല ഈ 10 കൊല്ലമായി ഇങ്ങനെ ഇതില് പങ്കെടുക്കുന്നു. ഇനി അതിൽ നിന്ന് വിരമിച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. കാരണം ഈ നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ശരി ശരി, എന്തായാലും രാമചന്ദ്രൻ സാർ, ബാക്കിയുള്ളവർക്ക് മാറിക്കൊടുക്കുന്ന താങ്കളുടെ ആ മനസ്സും കാണാതെ പോകരുത്. ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. കാരണം ഞാൻ എന്റെ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ട്. ഇതിൽ നിന്ന് മാറണോ വേണ്ടയോ എന്നൊരു പോസ്റ്റ് ഇട്ടപ്പോ അവരുടെ പ്രതികരണം വ്യത്യസ്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, തീരുമാനം ഇന്ന് ന്യൂസ് 18 ഞാൻ പ്രഖ്യാപിക്കാം, അവരോടും കൂടി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ആണോ? എന്താണ് തീരുമാനം? ഇനി മത്സരിക്കുന്നില്ലേ? വിരമിക്കുകയാണോ? മത്സരിക്കുന്നില്ലേ? വിരമിക്കുകയാണോ? വിരമിച്ചാൽ കൊള്ളാവുന്നൊരു താല്പര്യമുണ്ട് എനിക്ക്. ശരി ശരി, കാരണം മറ്റുള്ളവർ കൂടി നമ്മൾ അവസരം കൊടുക്കണ്ടേ. ശരി, എന്തായാലും വലിയ മനസ്സാണ് താങ്കളുടെ. പക്ഷെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും അത് വേണോ. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് നന്ദി. ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. ശരി. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ കർണാടക സർക്കാർ പുനരാരംഭിക്കുന്നു. ഇന്ന് കാർവാറിൽ ഇത് സംബന്ധിച്ച് നിർണായക യോഗം ചേരും. കാർവാർ MLA സതീഷ് സൈൽ, ജില്ലാ കളക്ടർ, SP എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. കാർവാറിൽ നിന്നുള്ള ഡ്രെഡ്ജർ എത്തിച്ച് തിരച്ചിൽ വീണ്ടും ആരംഭിക്കുമെന്നാണ് ധാരണ. ഇതിനായി ചിലവ് വരുന്ന 1 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കും. റഡാർ സിഗ്നലിൽ ലോറി കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും പരിശോധന. ലോറി പുറത്തെത്തിക്കുന്നതിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കും. ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘമുള്ളത്. തിങ്കളാഴ്ചയോടെ തിരച്ചിൽ ആരംഭിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വാഗ്ദാനം ചെയ്തു
മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ ദേശീയ വാർത്തയിലേക്ക് കടക്കുകയാണ്. ദേശീയ വാർത്തകളുമായി രാകേഷ് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാകേഷ്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകത്തിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. ഒപ്പം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. മഴ ദുരിതം സംബന്ധിച്ച വാർത്തകളുണ്ട്. വിശദമായി നോക്കുക. ഏതായാലും കൊൽക്കത്തയിൽ ഇന്ന് BJPയുടെ ധർണ, അതായത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ധർണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. അതായത് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഹർത്താൽ നടത്തിയത്. ഹർത്താൽ വലിയ അക്രമത്തിലേക്ക് പോയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അതിക്രമം, ഒപ്പം തന്നെ അവരെ വിട്ടയക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു BJP ഇന്നലെ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നത്. അപ്പോൾ അതിന് പിന്നാലെ തുടർ സമര പരിപാടികളുമായി അവർ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇന്നലെ ഹൈക്കോടതിയാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ധർണയ്ക്ക് അനുമതി നൽകിയത്. അതായത് ഒരേ സമയം 1000 പേർ, പരമാവധി 1000 പേർക്ക് പങ്കെടുക്കാം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തത്. അപ്പോൾ ഇന്നു മുതൽ 7 ദിവസം ധർണ നടത്തുകയാണ് BJP. ഏതായാലും ഈ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മമതാ ബാനർജി ഏതായാലും നാളെ ധർണയ്ക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസിലെ കുറ്റവാളിക്ക് വധശിക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാളെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തുക. കാരണം നാളെ തൃണമൂലിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സ്ഥാപക ദിനമാണ്. അപ്പോൾ നാളെ അത് ഈ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് ആ ദിനം സമർപ്പിക്കുന്നു എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ശക്തമായ നടപടി സ്വീകരിക്കും ഈ വിഷയങ്ങളിൽ അന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമസഭ ചേരാനിരിക്കുകയാണ്. അതായത് നിയമസഭയിൽ ബില്ല് കൊണ്ടുവരാനിരിക്കുകയാണ്. ബലാത്സംഗ കേസുകളിലെ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് അതിവേഗം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന തരത്തിൽ, അല്ലെങ്കിൽ ശിക്ഷ എത്രയും വേഗം പ്രതിക്ക് ലഭിക്കുന്ന തരത്തിൽ ഒരു ബില്ല് നിയമം കൊണ്ടുവരും എന്ന പ്രഖ്യാപനം കൂടി മമത നടത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, മമതാ ബാനർജി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന വിവാദമായിട്ടുണ്ട്. കൊൽക്കത്ത കത്തിക്കാൻ BJP നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നു. അങ്ങനെ അത് തുറന്നു കഴിഞ്ഞാൽ അസമും മറ്റ് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ തന്നെ സമാനമായ സ്ഥിതി ഉണ്ടാകുമെന്നൊരു ഭീഷണി മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം, അല്ലെങ്കിൽ അതിനെതിരെ പരാമർശങ്ങളുമായി ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇനി മഴയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ കഴിഞ്ഞ 4 ദിവസമായി ശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങൾക്കിടെയുണ്ടായ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 28ആയി ഇരിക്കുന്ന സ്ഥിതി. അതായത് പലയിടങ്ങളിലും വെള്ളം അല്ലെങ്കിൽ നദികൾ കവിഞ്ഞൊഴുകുകയാണ്. അതായത് കണക്കനുസരിച്ച് ഏതാണ്ട് 24 നദികൾ സംസ്ഥാനത്ത് കരകവിഞ്ഞൊഴുകുന്നു. വിവിധ ഡാമുകൾ ഇപ്പോൾ അപകട നിലയിലാണ്, അതിൽ ജലനിരപ്പ് ഉള്ളത് എന്നാണ് സ്ഥിതിവിശേഷം. പ്രത്യേകിച്ച് സൗരാഷ്ട്ര മേഖലയിലാണ് ഈ ശക്തമായ മഴ നിൽക്കുന്നത്. അതായത് നടപ്പാതയിലൂടെ ഒരു ട്രാക്ടർ കടന്നു പോകുമ്പോൾ അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഒലിച്ചുപോയി. അത്തരം ദുരിതമാണ്, അല്ലെങ്കിൽ മഴക്കെടുതിയാണ് ഗുജറാത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് സഹായമൊക്കെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഡൽഹിയിൽ ഇന്ന് പുലർച്ചെ ശക്തമായ മഴ പെയ്യുകയുണ്ടായി. നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും ഇതോട് തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. ശരി, അതൊക്കെയാണ് പ്രധാന വാർത്തകൾ. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മുസ്ലിം വിവാഹങ്ങളും വിവാഹമോചനങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കുന്ന ബില്ല് അസം നിയമസഭ ഇന്ന് ചർച്ച ചെയ്യും. എല്ലാ മുസ്ലിം വിവാഹങ്ങളും വിവാഹമോചനങ്ങളും രജിസ്റ്റർ ചെയ്യുന്നതിനൊപ്പം ശൈശവ വിവാഹങ്ങൾ തടയുന്നതും ബില്ലിന്റെ ലക്ഷ്യമാണ്. 2 ദിവസം മുമ്പ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ പ്രതിപക്ഷ പാർട്ടികളിലെ മുസ്ലിം MLA-മാരുടെ പിന്തുണ തേടിയിട്ടുണ്ട്. ഈ വിഷയങ്ങൾ നിയന്ത്രിക്കുന്ന 1935 നിയമം പ്രാബല്യത്തിലുണ്ടെന്നും അത് റദ്ദാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതിനുശേഷമാകാം പുതിയ നിയമനിർമ്മാണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. നമുക്ക് ഓണം വരികയാണ്. വലിയ ഓണവിശേഷങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നില്ലെങ്കിലും വയനാടിനൊപ്പം ചേർക്കുന്നുവെങ്കിലും നമുക്ക് പ്രതീക്ഷയുടെ ഒരു ദിവസങ്ങളാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തെ വരവേൽക്കാൻ പൂപ്പാടം ഒരുക്കിയിരിക്കുകയാണ് മലയോര കർഷകർ. തിരുവനന്തപുരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കൂട്ടപ്പൂ വാർഡിലാണ് 1.5 ഏക്കറോളം വിസ്തൃതിയിൽ ജമന്തിപ്പാടം ഒരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ നല്ല വിളവാണ് ഇക്കുറിയും പൂകൃഷിയിലേക്ക് കടക്കാൻ മലയോര കർഷകരെ പ്രേരിപ്പിച്ചത്. ഒപ്പം വലിയ തോതിൽ പൂവിന് ആവശ്യക്കാരുമുണ്ടായിരുന്നു. ഇതോടെ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയും വന്നില്ല. കുട്ടപ്പൂ വാർഡിലെ 1.5 ഏക്കറിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് അംഗം ബിന്ദു ബിനോയുടെ നേതൃത്വത്തിലാണ് പൂപ്പാടം ഒരുങ്ങുന്നത്. ആദ്യം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഈ നിലം ഒരുക്കി, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. ഞങ്ങളിപ്പോൾ ഓണവിപണി ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ കൃഷി ആരംഭിച്ചത്. ഇത് മലയോര ഗ്രാമപ്രദേശം ആയതുകൊണ്ട് നമുക്ക് പന്നിയുടെയും ഇനി കുരങ്ങൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഈ ജമന്തി കൃഷിയാണ്. ഞങ്ങൾ 1.5 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്ത് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ചേർന്ന് നടത്തുന്ന കൃഷിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തു, വൻ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞങ്ങൾ ഇതിലേക്ക് കിടന്നത്. അമ്പൂരി കൃഷിഭവന്റെ സഹായത്തിൽ തരിശായി കിടന്ന ഭൂമിയിൽ വാഴ ഉൾപ്പെടെയുള്ള ഇടവിള കൃഷികൾ കൂടി നടത്തിക്കൊണ്ടാണ്
ജമന്തിപ്പാടവും ഒരുക്കിയത്. പൂക്കാലം കഴിഞ്ഞാലും കൃഷി നശിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ ഒരാശയം മുന്നോട്ട് വച്ചത്. 2.5 ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ തന്നെ 1 ഏക്കറിൽ മേലെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ മലയോര മേഖല ആയതുകൊണ്ട് ബാക്കിയുള്ള കാർഷിക വിളകൾക്ക് നാശം സംഭവിക്കാത്ത രീതിയിലാണ് ഇവിടെ പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. ഈ പൂക്കൃഷിയുടെ വിളവ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ മറ്റുള്ള വിളകൾ കൃഷി ചെയ്യത്തക്ക രീതിയിലാണ് ഇവിടെ നിലം ഒരുക്കിയിരിക്കുന്നതും അതിൻ്റെ വ്യവസ്ഥകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നതും. ഹൈബ്രിഡ് ഇനത്തിലെ 2000-ഓളം ബന്ദിത്തൈകളാണ് ഇവിടെ നട്ടത്. കൃഷി ഓഫീസർ വിജയകുമാറിന്റെ നിർദ്ദേശം ഗുണം ചെയ്തു. സന്തോഷ്, തങ്കരാജ് തുടങ്ങിയ കർഷകരുടെ നേതൃത്വത്തിലാണ് കൃഷി പുരോഗമിക്കുന്നത്. ചിങ്ങം പിറന്നതോടെ പൂത്തു തുടങ്ങിയ ജമന്തിപ്പാടത്ത് കുരങ്ങുകളുടെയും പന്നികളുടെയും ശല്യം കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. കുരങ്ങൻ വന്ന് അടിച്ച് നശിപ്പിക്കും. പിന്നെ രാത്രിയാകുമ്പം പന്നി ശല്യമുണ്ട്. പന്നി വന്ന് ഇടയിൽ കൂടി ഉരുണ്ട് മറിഞ്ഞ് കിടന്ന് പഴഞ്ഞ് നശിപ്പിക്കും. അങ്ങനെ കുറച്ച് അയലിൽ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. കുരങ്ങനും പന്നിയും തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഏരിയയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ, ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. എന്ത് നട്ടാലും നശിപ്പിച്ച് കളയും. പിന്നെ നമ്മൾ വയനാടിൻ്റെ ദുരന്ത ഈ സമയത്തും നമ്മൾ ഇത് കൂടി ചെയ്യണമെന്ന് പറയുമ്പോൾ ഓണത്തിന് ഇടയ്ക്ക് നമ്മൾ ഒരു ടപ്പ് വേണമെന്നുള്ള ഒരു ലക്ഷ്യത്തിൽ കൃഷി ഓഫീസർ പറഞ്ഞ് അങ്ങനെ ചെയ്യണതാണ്. ആ ദുരന്തത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യേണ്ടതല്ല, എന്നാലും എല്ലാ വർഷത്തെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. അത്തമാകുന്നതോടെ പൂപ്പാടത്തെ പൂക്കൾ കൊണ്ട് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം തീർക്കാൻ ഒരുങ്ങുകയാണ് അമ്പൂരി നിവാസികൾ. ന്യൂസ് 18 അമ്പൂരി. നമ്മളൊരു സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മീഡിയ ജേർണലിസ്റ്റ് ക്ലബിന്റെ നിറവ് 2024 മാധ്യമ പുരസ്കാരം ന്യൂസ് 18 ക്യാമറാമാൻ ഷിജു ചവറ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം കേസരി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിലാണ് നിറവ് 2024 മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. സൗത്ത് സോൺ ട്രാഫിക് കമ്മീഷണർ സുൽഫിക്കർ IPS പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് 18 ക്യാമറാമാൻ എൻ ഷിജു. അടുത്തത് ന്യൂസ് മലയാളം സീനിയർ ക്യാമറാമാൻ ബിജീഷ് അദ്ദേഹമാണ്. ഷിജു നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറമാനാണ്. ഇന്നത്തെ പ്രത്യേകത ഷിജു തന്നെയാണ് ഞങ്ങളുടെ ഈ ഫ്രെയിം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷിജുവിന് നമുക്ക് നേരിട്ട് കൺഗ്രാജുലേഷൻസ് പറയാം. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഷിജു ചവറ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻ. ഓക്കെ, നമ്മളിനി പോകുന്നത് ഒരു ബർത്ത്ഡേ വിഷിലേക്കാണ് അല്ലേ? ശ്രീഷ്മ ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, ഓക്കെ. അപ്പൊ ദേ കാർഡ് വരുന്നുണ്ടോ? ശ്രീഷ്മയുടെ പേരെഴുതിയ കാർഡ് ദേ ഇപ്പൊ കാണിച്ചു. നമ്മൾ ഒന്നുകൂടി കാണിക്കാം. ശ്രീഷ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു കേട്ടോ. നല്ലൊരു പിറന്നാളാവട്ടെ ഇന്ന്. ബർത്ത്ഡേ ഡ്രസ് ആണോ ശ്രീഷ്മ? കൊള്ളാലോ. ശ്രീഷ്മ നമ്മുടെ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകനായ വിഷ്ണു, പട്ടാമ്പിയിലെ വിഷ്ണുവിന്റെ മോളാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കുട്ടിയും കൂടിയാണ്. അതുകൊണ്ട് വലിയ സന്തോഷം. നല്ല സുന്ദരി മോളായിട്ടുണ്ട്. ഇന്ന് എപ്പോഴാ സ്കൂളിൽ പോന്നേ? അയ്യോ, ഇന്ന് പോകുന്നില്ലേ? പിറന്നാളായിട്ട് സ്കൂളിൽ പോകുന്നില്ലേ? മിഠായി കൊടുക്കണ്ടേ കൂട്ടുകാർക്ക്? എവിടെ അച്ഛനും അമ്മയും എവിടെ? അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ രണ്ടുപേരും. വിഷ്ണു ഫ്രെയിമിലോട്ട് വന്നോളൂ. ഹലോ, എന്താണ് ഇന്ന് പിറന്നാളായിട്ട് പോകുന്നില്ലേ സ്കൂളിലേക്ക്? ഇന്ന് പിറന്നാളായിട്ട് പോകുന്നില്ല, ഇന്ന് വീട്ടിൽ കൂടെ വെച്ചിട്ടാണ് ആഘോഷം. അപ്പൊ ഗംഭീര ആഘോഷാണ്. ഞങ്ങളെയൊന്നും വിളിച്ചില്ല. എന്താണ് സദ്യ ഉണ്ടോ? സദ്യ ഉണ്ടോ? ശ്രീഷ്മക്കുട്ടീനെ വീട്ടിൽ എന്താ വിളിക്ക? അച്ഛനെന്താ വിളിക്കുന്നേ? കുഞ്ചുന്നാണ് വിളിക്കുന്നത്. ശരി. പിന്നെ എന്താണ് വേറെ വിശേഷം? എന്താണ് ശ്രീഷ്മ? എന്തെങ്കിലും പറയൂ ഞങ്ങളോട്. എത്രാം ക്ലാസ്സിലെ മോള് പഠിക്കണേ? UKG. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പേര് പറഞ്ഞോ, കൂട്ടുകാരിയുടെ പേര് പറഞ്ഞേ. ആരാ? സ്മിക എന്ന് മാത്രം കേട്ടു. ഒന്നുകൂടെ പറയാവോ? തമാത്മിക. നല്ല ഗംഭീര പേരാണല്ലോ, തമാത്മിക. ശ്രീഷ്മ ഇങ്ങനെ പറയുന്നുള്ളതാണ്. അപ്പൊ എല്ലാരും അപ്പൊ അടുത്ത ദിവസം പോകുമ്പോ ഇന്നിപ്പോ അച്ഛനും അമ്മയോടും കൂടെ ആഘോഷിക്കൂ. അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോ അവർക്ക് മിഠായി കൊടുക്കും, തമാത്മികയ്ക്കൊക്കെ കേട്ടോ. ആണോ?
ഓ ശരി ശരി ശരി. അപ്പോ ഗംഭീരായിരിക്കട്ടെ കേട്ടോ പിറന്നാൾ ആഘോഷം. ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി. അച്ഛൻ വാങ്ങിച്ചെന്നാണോ ഉടുപ്പ്? ശരി ശരി ശരി. അപ്പോ ശ്രീഷ്മയുടെ ബർത്ത്ഡേ ആണ്. ശ്രീഷ്മയ്ക്ക് കുഞ്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കുഞ്ചുവിന് എല്ലാ ആശംസകളും. നല്ല ബർത്ത്ഡേ ആയിരിക്കട്ടെ. ഒരുപാട് നല്ല ബർത്ത്ഡേകൾ വരട്ടെ ഇനിയും. ശരി. അപ്പോൾ സ്പെഷ്യൽ ഡേ ശ്രീഷ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ വാർത്തകളിൽ കാണുന്നത് ഈ അന്വേഷണം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ നടന്മാരായ മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, ജയസൂര്യ, അഭിഭാഷകനായ VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ ബലാത്സംഗ കുറ്റവും ചുമത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഓരോ ദിവസവും രാവിലെ വരുമ്പോഴും ഓരോരുത്തരുടെ പുതിയ പുതിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരുന്നു. അത് മാറി ഇപ്പോൾ അത് കേസുകളിലേക്ക്, നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ്. അമ്മയിൽ അംഗത്വം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടവേള ബാബു പീഡിപ്പിച്ചതായിട്ടുള്ള പരാതി വന്നിരിക്കുന്നത്. IPC 376, 364 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ സിനിമാ ഷൂട്ടിങ്ങിനിടെ അപമാനിച്ചു എന്ന പരാതിയിലാണ് മണിയൻപിള്ള രാജുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ മണിയൻപിള്ള രാജു ഒക്കെ പ്രതികരിച്ചതാണ്, നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെയുള്ള പരാതികൾ ഇനിയും വരും, ഇനിയും ആളുകൾ പരാതിയുമായി വരും എന്നായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ ഒക്കെ പ്രതികരണം. എന്തായാലും കേസെടുത്തിരിക്കുന്നു. ഇനി ഏത് രീതിയിൽ അവർ മുന്നോട്ട് പോകും. ഇതുപോലെ രാജികൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. താരങ്ങളുടെ മേലുള്ള എല്ലാ കുരുക്കുകളും മുറുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതെ, മുകേഷ് MLA-ക്കെതിരായിട്ടുള്ള കേസ് അതുതന്നെയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഇനിയുള്ള ചലനങ്ങൾ എന്നുള്ളതാണ്. ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടണം എന്ന രീതിയിലുള്ള പ്രതിപക്ഷ ആവശ്യം, ഒപ്പം സ്ത്രീകൾ, നിരവധി പ്രഗത്ഭരായ സ്ത്രീകളുടെ ആവശ്യം ഒക്കെ നമ്മൾ ഈ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഒരു അതിഥി ചേരുകയാണ്, വീണ S. നായർ. ഹലോ, ഗുഡ് മോർണിംഗ് വീണ. സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് വീണയോട് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, പലതവണ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് വീണയെ. മികച്ചൊരു അവതാരകയാണ്, നടിയായിരുന്നു, അപ്പം ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ എന്തുകൊണ്ട് വിട്ടു എന്ന് എപ്പോഴും ഞാൻ കാണുമ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുമുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം വീണ. സിനിമ ഞാൻ എന്തുകൊണ്ട് വിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ടെലിഫിലിം ചെയ്തിരുന്നു. മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സംവിധായകന്റെ ടെലിഫിലിം ആയിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ നാച്ചുറലി ആങ്കറിംഗിലേക്ക് വന്നു. ഏഷ്യാനെറ്റ് പ്ലസിൽ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം 2 വർഷം അതിന്റെ ആങ്കർ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ഫിലിം ചെയ്തു. ആ ഫിലിം ചെയ്തതിന് ആ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ലോ അക്കാഡമിയിലെ എൻട്രൻസ് LBS ആണ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ എൻട്രൻസ് എഴുതി എനിക്ക് ലോയ്ക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോ അങ്ങനെ ഒരു അക്കാഡമിക്സിലേക്ക് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോവായിരുന്നു. പക്ഷെ ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സിനിമ ഇൻഡസ്ട്രിയെ ഒരു കരിയർ ആക്കണമെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണമെന്നോ എനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള മോട്ടിവേഷനും തോന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് ഞാന് ഒരു സംവിധായകന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനാണ്. ആ സമയത്ത് അദ്ദേഹം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നായിക സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തമിഴിലടക്കം വളരെ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആ പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും എനിക്ക് ഒരു സുഖകരമല്ലാത്തൊരു അനുഭവം ഉണ്ടായി. അതായത് നിങ്ങൾ വേണ്ടതൊന്നും തരില്ലല്ലോ എന്നുള്ള തരത്തിൽ. ഞാൻ ഇൻസ്റ്റന്റ് റെസ്പോൺസ്, I was just 15 years old then. ഞാൻ അന്ന് പറയുണ്ടായി, സാറിന് എന്താ വീട്ടില് വൈഫില്ലേ എന്ന് ചോദിച്ചു. അത് എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അപ്പൊ തന്നെ അങ്ങനെ ചോദിച്ചതെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്റെ വായിൽ അങ്ങനെ വന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇൻസ്റ്റന്റ്ലി അപ്പൊ ചോദിച്ചത് ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ട് ഇതിനെ ഒരു കരിയർ ആക്കണമെന്നോ
അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ നമ്മള് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് അതിന്റെ പുറകെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പിന്നെയും ഉണ്ടാകാനുള്ള സാധ്യതയും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു തോന്നലായിരിക്കാം ഒരുപക്ഷെ. ഞാൻ പിന്നെ അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസിന്റെ പിന്നാലെയും പോയിട്ടില്ല. അതായത് ചുരുക്കം പറഞ്ഞ വീണ, ആദ്യമായിട്ടൊരു പെൺകുട്ടി സിനിമയെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അഭിനയ മോഹവുമായി വരുമ്പോൾ വെറുപ്പിച്ചു വിടുകയാണ് ആദ്യം തന്നെ. അങ്ങനെ പറയാം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മള് ആ ഒരു പാഷന്റെ പിന്നാലെ പോകുമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ തന്നെ പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ആ സമയത്ത് തന്നെ ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആങ്കറിങ്ങിൽ വളരെ ബിസിയായി. കാരണം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആങ്കറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം അറിയാം. പോവുക, ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വരിക. ഇനി കുറച്ച് ദൂരെ ഉള്ളതാണെങ്കിൽ പോലും റിലേറ്റീവ്ലി സേഫ് ആണ്, വേറെ യാതൊരു പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ തിങ്ക് ഐ വാസ് മോർ കംഫർട്ടബിൾ ദെയർ ഇൻ ദാറ്റ് സ്പേസ്. അപ്പൊ ആ 5 years കൊണ്ട് ഞാൻ എന്റെ LLB കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് എല്ലാ ചാനലുകളിലും, അന്നത്തെ പ്രോമിനന്റ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ ചാനലുകളിലും ഞാൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ലിറ്ററലി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ചിലപ്പോ നമുക്ക് എന്തായാലും സമയപരിമിതി മൂലം, പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. എം മുകേഷ് MLA-ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോ എന്താണ് തോന്നുന്നത്? അല്ല, കേസ് എടുത്തു എന്നുള്ളത് നല്ല കാര്യം. പക്ഷെ അദ്ദേഹത്തെ ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കേസ് എടുത്തത് കൊണ്ടോ ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാനൊരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ കൂടി വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു 2 ലക്ഷം പേരെങ്കിലും ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു MLA ആണ്. സോ ഒരു ജനപ്രതിനിധി ആയിരിക്കുന്ന ഒരാള് ബിയോണ്ട് ഡൗട്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ്. പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ MLA ആയിരിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. അങ്ങനെ ഒരു MLA സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നതിനോടൊപ്പം പാരലലായിട്ട് ഈ അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ എത്ര സുതാര്യമായിരിക്കും, ജെനുവിൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം മാറി നിന്ന് ഒരു അന്വേഷണത്തെ നേരിടുന്നതായിരിക്കും ഒരു മോറലി കറക്റ്റ്, അല്ലെങ്കിൽ ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ടല്ലോ. വ്യക്തമാണ് വീണ, നിലപാട് വ്യക്തമാണ്. നമ്മൾ വീണയിലേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി, ഞങ്ങൾ സോറി ചോദിക്കുകയാണ്. ഒരുപാട് ബർത്ത്ഡേ വിഷും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രേക്ഷകർ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് നന്ദി. ആ നിലപാട്, അതെ, നിലപാട് ഞങ്ങൾക്ക് വ്യക്തവുമാണ് താങ്കളുടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ ഒട്ടും ചെറുതല്ല. ഒരുപക്ഷേ സിനിമയിൽ ഇത്രയധികം ചർച്ചയായിപ്പെടുന്ന, ഇത്രയധികം താരങ്ങൾ ആരോപണ വിധേയരായ ഒരു വിഷയം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ഒരുപാട് പ്രതികരണങ്ങളും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിലുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ഇന്ന് എൻ്റെ കൂടെ അതിഥിയായുള്ളത്. മറ്റാരുമല്ല, കഴിഞ്ഞ 44 വർഷമായി സിനിമാ രംഗത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന ശ്രീ പല്ലിശ്ശേരി സാർ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ എന്നും വിവാദങ്ങൾ ഒപ്പമുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്നും വിവാദങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രീതി അങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ പ്രമുഖ താരങ്ങൾ പോലും ലൈംഗിക അപവാദങ്ങളിൽ പെടുന്നു. ഈ പറഞ്ഞതുപോലെ നടിമാർ തുടർച്ചയായി വന്ന് പറയുന്നു. ഓരോ ദിവസം ഞങ്ങളിവിടെ ന്യൂസ് ഫ്ലോറിൽ കാത്തിരിക്കുകയാണ്, അതായത് ആരൊക്കെയാണ് ഇന്ന് വരുന്നത് എന്നുള്ളത്. ഇത്ര വലിയൊരു പ്രതിസന്ധിയിലൂടെ ഇതിനു മുൻപ് ഈ മേഖല കടന്നുപോയിട്ടുണ്ടോ താങ്കളുടെ അനുഭവത്തിൽ? എല്ലാ രംഗത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അവിടെ പീഡനം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും അത് ചെറിയൊരു ശതമാനമേ വരുന്നുള്ളൂ. ഈ സത്യത്തിൽ സിനിമ തുടങ്ങിയ കാലത്ത് മുതൽ സ്ത്രീയും പുരുഷനും ബന്ധപ്പെടാറുണ്ട് ഇവിടെ.
ഉദാഹരണമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ എനിക്ക് പേര് പറയാൻ മടിയുള്ള ആളൊന്നുമല്ല. ഇപ്പോൾ ലോക സാഹിത്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമയിൽ ജോഡിയായിട്ട് അഭിനയിച്ച് പ്രേംനസീറും ഷീലയാണെന്ന് ആലോചിക്കണം. ആ ഷീലയും പ്രേംനസീറും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് പഴയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. നസീർ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ചത് ഷീലയാണ്, എൻ്റെ ഭാര്യയല്ല. അത്തരം സിനിമകളായിരുന്നുള്ളതാണത്. അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു പറഞ്ഞു, അവസാനം തെറ്റിപ്പിരിഞ്ഞു, അവർ ബന്ധുശത്രുക്കളായി മാറിയെന്ന് ആലോചിക്കണം. പിന്നീട് അവർ ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് സിനിമയിൽ സിനിമയിൽ പ്രണയം ഉണ്ടാവാറുണ്ട്, പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് ശാരീരിക ബന്ധം പുലർത്താറുണ്ട്. സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് ആലോചിക്കണം. സാധാരണക്കാരെ സംബന്ധിച്ച് ഈ വാർത്തകളൊന്നും പുതുമയില്ല. അവർ ധരിച്ചു വച്ചിരിക്കുന്നത് സിനിമയിലെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം എൻ്റെ 44 ഇതിൻ്റെ ജീവിതമുണ്ട് സിനിമയിൽ. അപ്പോൾ ആ സിനിമയിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വലിയ കാര്യമല്ല. ഉദാഹരണം ദിലീപിൻ്റെ കേസ് തന്നെ വന്നില്ലേ? ആ ദിലീപിൻ്റെ കേസ് ഇത്രയും വന്നു, ഞാൻ നിങ്ങളുടെ ചാനലൊക്കെ വന്നിട്ടുള്ളതാണ്. ശരിക്കും എനിക്കെതിരെ ആരും കേസ് കൊടുത്തിട്ടില്ലല്ലോ. അല്ല, ആ വാർത്ത സത്യസന്ധത ഉണ്ടായിരിക്കണം. ആ വാർത്ത തന്നത് ദിലീപിൻ്റെ കൂടെയുള്ള ആൾക്കാരെന്ന് ആലോചിക്കണം. പക്ഷേ ഞാനൊരു പ്രോമിസ് ഉണ്ട്, എനിക്ക് ഒരാളുടെയും പേര് ഞാൻ ഇതേവരെ പറഞ്ഞിട്ടില്ല, പറയൂല്ല. അതെൻ്റെ ഒരിക്കലും വരത്തില്ല. കാരണം എൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തോ, പക്ഷെ എന്നെ വിശ്വസിച്ചു. ഈ ആരോപണ വിധേയരായ ആളുകളുടെ ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന താരങ്ങളുടെ പേര് പറയാൻ മടിയില്ല. എനിക്ക് മടിയില്ല. പക്ഷെ എന്താ പറയുക, ഞാൻ സത്യമാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ താങ്കളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നടക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കമ്മീഷൻ വന്നത് എപ്പോഴാണ്? 6 വർഷം മുമ്പുള്ളതാണെന്ന് ആലോചിക്കണം അല്ലേ? 6 വർഷം മുമ്പ് ഇവിടെ സിനിമയുണ്ട്. 6 വർഷം മുമ്പുള്ള സിനിമയിൽ എല്ലാവരും ബന്ധപ്പെടാറുണ്ട്. ആരോപണവുമായി രംഗത്ത് വന്നവരാരും പ്രമുഖ നടിമാരാരുമല്ല, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള. ഞാൻ അങ്ങനെ പറയാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ പറയാൻ ചെറുതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. നടികളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ കേസിന് പോകണ്ടേ? കേസിന് പോയില്ലെങ്കിൽ അതിൽ വിശ്വാസയോഗ്യത കുറയില്ലേ? നമ്മൾ അത് ആലോചിക്കേണ്ടതാണത്. ഇപ്പം രഞ്ജിത്ത് രാജിവെച്ചു, ഇഷ്ടമില്ലാതെ രാജിവെച്ചത്. സിദ്ദിഖ് രാജിവെക്കേണ്ടി വന്നു. ഇനി പലരും രാജിവെക്കും, ഉറപ്പാണ്. ഇനി രാജിവെക്കും പലരും. അങ്ങനെ ഒരു പീഡനങ്ങൾ ശരിക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളത് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ അറിവിൽ പീഡനങ്ങളല്ല, 2 ശരീരങ്ങൾ തമ്മിലാണ് നടന്നിട്ടുള്ളത് പ്രക്രിയ. ഈ 2 ശരീരങ്ങൾ നടക്കുന്ന പ്രക്രിയ 2 പേര് എൻജോയ് ചെയ്യുന്നില്ലേ? 2 പേരും എൻജോയ് ചെയ്യാത്തൊരു കാര്യമാണ് എങ്കിൽ അതൊരു പീഡനം തന്നെയാണ്. അല്ല, ഇത് നിവൃത്തിയില്ലാതെ വഴങ്ങേണ്ടി വന്നു, ബലമായി പിടിച്ചു, അതായത് മുറിയിൽ പൂട്ടിയിട്ടു. ഈ പറഞ്ഞ പോലെ സിദ്ദിഖിനെതിരെയൊക്കെയുള്ള ആരോപണം അങ്ങനെയാണ്. ആ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന നിവൃത്തിയില്ലാതെ അവർക്ക് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം സമ്മതപൂർവ്വമല്ല. താങ്കൾ സമ്മതത്തോടെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ അതൊരു ന്യായമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു ഈ പറഞ്ഞ റേപ്പെന്നോ ബലാത്കാരമെന്നോ. എൻ്റെ മുന്നിൽ ഇപ്പോൾ സിദ്ദിഖോ ആ പേരുകളല്ല, ഞാൻ കോമൺ ആയിട്ട് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അവരന്ന് അപ്പം വേണ്ട, പിറ്റേ ദിവസം പറയാലോ. പീഡനവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തു. ഒരുപാട് കേസുകൾ നമ്മൾ സാറി പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ കേസ്, ഇപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരുപാട് പരാതികൾ വന്നു, ലോകദാസിനെതിരെ വന്നു, സിനിമാ രംഗത്ത് വിജയബാബുവിനെതിരെ. ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ? ഈ കേസുകൾക്കും മറ്റു കാര്യങ്ങൾ എന്ത് സംഭവിച്ചു? ഈ പ്രതികളായ ആളുകൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ? ഇരകൾ സമൂഹത്തിൽ നിഷ്കാസിതരായി പോയി എന്നതിനപ്പുറം എന്ത് സംഭവിച്ചു? അത് കറക്റ്റാണ് ശരിക്കും. അതാ സംഭവിച്ചു. ഇപ്പോൾ വരുമ്പോൾ ഇതിപ്പോൾ വരാൻ കാരണം എന്താ പറയുക, ഈ നടി പീഡന കേസ് മാത്രമാണത്. അതും WCC എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഉണ്ടാക്കിയിട്ടാണത്. അപ്പോൾ WCC അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ അതിന് മുമ്പ് WCC ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നടിപീഡന കേസ് വാനിഷ് ചെയ്തു പോയല്ലേ ശരിക്കും? മുഖ്യമന്ത്രിയെ ഉന്നതങ്ങളിൽ അവർ തന്നെയാണ് ഇപ്പോഴും, അവർ പ്രതിസ്ഥാനത്ത് വരെ വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്ന് ആലോചിക്കണം. അവർ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ, അയ്യോ കേസ് പോയി എന്നറിയില്ലേ? അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി കുറച്ച് സംഘം കലാകാരികൾ വന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട്. പിന്നെ വളരെ സ്പീഡപ്പ് ചെയ്തില്ലേ? അതിൻ്റെ ആ സ്പീഡപ്പ് ചെയ്ത് 85 ദിവസം ജയിലിട്ടു. അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരടങ്ങിയ ജസ്റ്റിസ് ഹേമയുണ്ട്, KB വത്സലകുമാരി IAS ഉണ്ട്, ഉർവശി. ഇവരിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇതൊരു ചെറിയ കേസായിരിക്കും, പക്ഷേ ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? ഉൾപ്പെട്ടിരിക്കുന്നത് വലിയ വലിയ ആൾക്കാരാണെന്ന് ആലോചിക്കണം. ഇത് പൊട്ടിത്തെറി എന്നുള്ളത് നമ്മളിപ്പോൾ വയനാട്ടിലുള്ള ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, അതിന് ചില ആൾക്കാരോട് അവർ സൂചനയും നൽകി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ
ആ സൂചന അറിഞ്ഞതിൻ്റെ പേരിലാണ് ഇത് നീട്ടിക്കൊണ്ടുപോയി. 1.5 വർഷം എടുത്തു. ഈ 1.5 വർഷം ഇവർ എടുത്തെങ്കിലും 1.5 വർഷം മറ്റുള്ളവർ ഇതെങ്ങനെ അവസാനിപ്പിക്കണം, വരാതിരിക്കാൻ മാത്രമല്ല ഈ ആളെ അറിഞ്ഞതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് നിങ്ങളുടെ പേരല്ലേ അത് വരില്ല, ഈ റിപ്പോർട്ടും വരില്ല, പക്ഷെ പകരം ആരൊക്കെയോ ചേർന്ന് കാശുകളും വാങ്ങി എന്ന് പറയുന്നുണ്ടെന്ന് ആലോചിക്കണം. സർ, ഇതൊരു വലിയ ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പോൾ വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്. അതായത് ഇപ്പോൾ ഈ അമ്മയുടെ ഒരു താരനിശ്ചയമൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഇപ്പം കഴിഞ്ഞിട്ടൊരു സമയം കൂടിയാണ്. അത് ടെലികാസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നില്ല. അതിൻ്റെ അവസ്ഥ എന്താ നമുക്ക് കണ്ടറിയണം. അതല്ല, ഈ വ്യവസായത്തെ പൂർണ്ണമായും ഇപ്പോൾ ഈ നടന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ അങ്ങോട്ട് ഉടഞ്ഞു വീഴുമ്പോൾ ഇവരുടെ സിനിമകൾ കാണാൻ ഇനി ആളുകൾ എങ്ങനെ പോകും എന്നൊരു വലിയ പ്രശ്നമുണ്ട്. ദിലീപിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് ദിലീപിൻ്റെ അവസാനത്തെ 3 സിനിമകൾക്കും OTT പോലും വിറ്റുപോയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ദിലീപിൻ്റെ സിനിമകൾ തുടർച്ചയായി തിയേറ്ററുകളിൽ പരാജയപ്പെടുന്നു. അത് ഈ കേസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വൈകാരികമായ വലിയ വിഷയം, സ്ത്രീകൾ ദിലീപിനെ കാണാൻ തിയേറ്ററിൽ പോകുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ അറിവാണ് സർ. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി നമ്മുടെ ഈ മുഖ്യധാര നടന്മാർ ആരോപണത്തിൽ പെടുകയും ഇവരുമായി ബന്ധപ്പെടുത്തരം കാര്യങ്ങൾ പ്രചരിക്കുകയും ചെയ്താൽ ആ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതാകുന്നൊരു പശ്ചാത്തലമാണല്ലേ? ഇൻഡസ്ട്രി ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ സിനിമ ആരുടെ പേരിൽ അറിയപ്പെട്ടിരുന്നു? ഇവിടെ പ്രധാനപ്പെട്ട ബാനറുകളുണ്ടായിരുന്നു. മഞ്ഞിലാസ്, ഉദയ, മെരിലാൻഡ്, സെഞ്ചുറി, സെൻട്രൽ, അങ്ങനെ അറിയപ്പെട്ടിരുന്നേ. ഹരിഹരൻ സിനിമ, ഭരതൻ സിനിമ, ജോഷി സിനിമ, അങ്ങനെ അറിയപ്പെട്ടിരുന്നേ. ഒരിക്കലും ഒരു നടൻ്റെ പേരിൽ ഇവിടെ സിനിമ അറിയപ്പെട്ടിട്ടില്ല എന്നാലോചിക്കണം. നിങ്ങൾ എത്ര വലിയ സൂപ്പർ നടനായാലും റോളുണ്ട്, വരൂ, അഭിനയിക്കൂ, കാശ് മേടിക്കൂ, പോകൂ, ആ രീതിയായിരുന്നില്ലേ ഇവിടെ? എന്ന് ഈ താരങ്ങൾ, നടന്മാർ ഈ സിനിമയിൽ കൈ കടത്തി തുടങ്ങി, അന്ന് സിനിമയുടെ നാശം തുടങ്ങിയെന്ന പക്ഷക്കാരനാണ് ഞാനിത് വെറുതെ പറഞ്ഞു. ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവരൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ അവർ അഹങ്കാരം കാണിക്കണം എന്നല്ലേ. ചെറിയൊരു ഭാഗം മാത്രമേ കടിച്ചിട്ടുള്ളൂ, വലുപ്പം കെടുക്കാണത്, അത് പുറത്ത് വരില്ല, അത് വരാൻ പറ്റില്ല എന്നാലോചിക്കണം. അപ്പോൾ ഇവരെ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഏകാധിപത്യം ആദ്യം പൊളിക്കണമെന്നുള്ളതാണ് സിനിമയുടെ. മറ്റൊന്ന്, ഒരു ഏറ്റവും ബോറായിട്ടുള്ള കാരവൻ സംസ്കാരം വന്നിട്ടുണ്ട് ഇവിടെ ആലോചിക്കണം. ഈ കാരവൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ കാരവന് ഉള്ളിലാണ് സിനിമയ്ക്കുള്ളിലെ കളികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ താങ്കൾക്കോ എനിക്കോ ധൈര്യം ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ കയറി ചെല്ലാൻ പറ്റില്ല. അതിന് ശരിക്ക് നമ്മളൊക്കെ കൂട്ടിക്കൊടുപ്പുകാരെന്ന് പറഞ്ഞ വാക്കുണ്ട്. ഈ കാരവന് കാവൽ നിൽക്കും കുറച്ച് പേര്. കാവൽ അതോടെ ആരെങ്കിലും അവിടെ അടിക്കാൻ കഴിക്കില്ലല്ലോ. കാവലിന് കാര്യം നിൽക്കുന്നതാ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ സംരക്ഷിക്കുന്നത്? ഗവൺമെൻറ് ഇതിൻ്റെ 2ാം ഭാഗം, നമ്മൾ ഇതിൻ്റെ 2ാം ഭാഗം പുറത്തു വിട്ടിട്ടില്ല. ഈ 2ാം ഭാഗത്തിലാണ് ഈ മാന്യ മഹാന്മാരുടെ പേരുകളുള്ളതെന്ന് ആലോചിക്കണം. ഈ നിധി പേടകം എന്നൊക്കെ പറയില്ലേ, ആ നിധി പേടകത്തിലാണ് ഈ വമ്പന്മാരുടെ പേരുകളുള്ളത്. ഈ പേരുകൾ പുറത്തു വിട്ടാൽ സിനിമയ്ക്ക് മാത്രമല്ല കോട്ടം, സത്യപ്രതിജ്ഞ ചെയ്ത ആൾക്കാർക്കും ദോഷമുണ്ടെന്ന് ആലോചിക്കണം. പണ്ട് കാലം മുതലേ ഈ സിനിമയിൽ ഇതൊക്കെ പതിവാണെന്ന് പറഞ്ഞാൽ ഈ നമ്മളീ പറയുന്ന നമ്മളെ ഈ വലിയ വിഗ്രഹങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നടന്മാരും ഒക്കെ ഇതിന്റെ പുറകെ ആയിരുന്നു. പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇതിൽ ഒരാൾ അങ്ങോട്ട് ചെന്ന് പോകേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിനിമയിൽ ഈ പെൺകുട്ടിയുടെ കൂടെ വരുന്ന ആരാ? അച്ഛനാണോ അമ്മയാണോ? സ്ത്രീയാണോ പുരുഷനാണോ കൂടെ വരുന്നത്? സ്ത്രീയായിരിക്കും. അവരാണ് മുൻകൈ എടുക്കുന്ന ആലോചിക്കണം. എൻ്റെ അനുഭവത്തിൽ, കാഴ്ചപ്പാടിൽ ഇവരാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. കൊടുക്കുന്നത് എന്തിനാ? പ്രലോഭനം കൊണ്ട്. അത് ശരിയാണത്. ഈ കുട്ടി നായികയായി വരുന്നു, ലക്ഷങ്ങൾ കിട്ടുന്നു, സിനിമ ധാരാളം കിട്ടുന്നു, ബഹുഭാഷയിൽ പോകുന്നു, മറ്റു നടിമാരുടെ വളർച്ച ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ മദ്രാസിലുള്ളപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിലേക്ക് ഈ കൊല്ലത്തു നിന്നൊരു അമ്മയും മകളും വരുന്നു. അന്ന് ഭാഗ്യരാജിൻ്റെ ധാവണിക്കനവുകൾ ഷൂട്ടിങ് നടക്കുന്നൊരു സമയമാണ്. അതിലാണ് അഭിനയിക്കാൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചു, നാട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ, അല്ല നിങ്ങൾ ഈ സിനിമയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? അറിഞ്ഞിട്ടാണ്. അപ്പോൾ അവർ സാറേ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെന്താ സാറേ പ്രശ്നമുള്ളത്? ഇത് അഴുക്ക് പിടിച്ചിരിക്കണമെന്നല്ല, ഇതൊന്ന് കുളിച്ചാൽ പോകുന്നതല്ലേ. ഞാൻ ഞെട്ടി ഒന്നും മിണ്ടില്ല. കാരണം കാശ് കിട്ടും, പേര് കിട്ടും. രക്ഷപ്പെട്ടോ? എവിടെ രക്ഷപ്പെട്ടു? അതിൽ അഭിനയിച്ചു വെച്ചാൽ ചെറിയൊരു സീനിൽ മാത്രം മറിഞ്ഞുപോയി. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. അല്ല, ഇത് ഒരാളുടെ മാത്രമല്ല, ഇങ്ങനെ എത്രയോ പേരുണ്ടെന്ന് അറിയിക്കണം, എത്രയോ പേരുണ്ടെന്ന് ആലോചിക്കണം. മറ്റൊന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഒരാൾക്ക് അഭിനയിച്ചാൽ കുറച്ച് പടത്തിൽ 2-3 പടത്തിൽ അഭിനയിച്ചാൽ എത്ര കിട്ടും നമുക്കറിയാം.
പക്ഷേ ഇവരൊക്കെ മണിമാളി വയ്ക്കുന്നില്ലേ, കാറുകൾ വയ്ക്കുന്നില്ലേ? നമ്മൾ ആ അന്വേഷണം ആ രീതിയിലേക്കും പോകണ്ടേ? ഇവരുണ്ടാക്കുന്ന സാമ്പത്തികം എവിടെ നിന്നാണ്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്ന് അന്വേഷിക്കുന്നുണ്ടോ എന്ന് അറിയിക്കണം. ഇല്ല, നിങ്ങൾ എവിടെയാണെങ്കിൽ പൊക്കോ. ഞാനൊരു തവണ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ആരെ കാത്താൻ നിൽക്കുന്നത്? അല്ല സാർ ഒരാൾ വരാനുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു തകട ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാര്യം പറ എന്ന് ചോദിച്ചു. അല്ല സാറേ ഒരു ആർട്ടിസ്റ്റ് വരാനുണ്ട്. ആർട്ടിസ്റ്റ് ഇപ്പം വരും, നല്ല ആർട്ടിസ്റ്റായിരുന്നു. ഇപ്പം ഇല്ല അവർ. എന്താ അവർ ആ ഷൂട്ടിങ്, അപ്പോൾ അവർക്ക് ഷൂട്ടിങ് അവർ സിനിമ ഉണ്ടെന്നറിയാം. ഏത് ഷൂട്ടിങ് തുടങ്ങിയാലും നമ്മളറിയും എന്നുള്ള. അപ്പോൾ അവിടെ ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് ഒന്നും ഇല്ല. അല്ല സാറേ അത് വേറെ. അപ്പോൾ ഞാൻ പറയടോ കാര്യം പറയടോ, ഞാൻ പുറത്തൊന്നും പറയില്ല. അപ്പോൾ അയാളുടെ ഒരു ഡയറി ഉണ്ട്. ഈ ഡയറിയിൽ കുറേ ആർട്ടിസ്റ്റിൻ്റെ നമ്പറുകളാണെന്ന് ആലോചിക്കണം. എന്താണോ അത് സാറേ? ഇത് വേറൊരു ലോകമാണത്. ഇപ്പോൾ ഈ ആർട്ടിസ്റ്റാണ് വേണ്ടത്. ആ ആർട്ടിസ്റ്റ് എമൗണ്ട് പറഞ്ഞ് ഫിക്സ് ചെയ്തു. അവരവിടുന്ന് കയറുന്നു, ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നു, ഇവിടെ താമസിച്ചു, അവരടുത്ത പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ എത്ര ദിവസമാണെന്ന് വെച്ചാൽ അത്രയും കഴിഞ്ഞ് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞെട്ടിലുണ്ടായൊരു കാര്യമാണത്. ഒന്നാമത് ആ ആർട്ടിസ്റ്റിനെ ഞാൻ അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. രണ്ടാമത് ഈ ബിസിനസ് ചെയ്യാൻ ഒരാളുണ്ട് ഇവിടെ, അത് മൂന്നാമതൊരാൾ അറിയില്ല. ഇപ്പം ഞാനാണ് അവരെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് പൈസ കൊടുത്താൽ ഞാനും അവരും ഇയാൾ മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയും കമ്മീഷൻ ഉണ്ടാവും. പിന്നെ കമ്മീഷൻ, അങ്ങനെയും ബിസിനസ്സുകളൊക്കെ ഉണ്ട്. ഈ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന്